ശ്രീ ഗുരുഭ്യോ നമഃ. നമ്മൾ ആ ഗുരുപാദക സ്തോത്രത്തിന് ശേഷം അടുത്തതായിട്ട് ആരംഭിക്കുന്നത് ദേവിക്ക് 16 ഉപചാരങ്ങൾ കൊടുക്കുന്ന ഒരു മന്ത്ര മാതൃക പുഷ്പമാല സ്തവം എന്ന പേരിൽ അറിയപ്പെടുന്ന ശങ്കര ഭഗവത്പാദരുടെ വളരെ പ്രശസ്തമായിരിക്കുന്ന 16 ശ്ലോകങ്ങൾ അടങ്ങിയ ഒരു ചെറിയ ചെറിയ പുസ്തകമാണ്. അത് 16 ശ്ലോകങ്ങളേ ഉള്ളൂ, പക്ഷെ 16 മന്ത്രമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കത് ഇന്ന് മുതൽ എങ്ങനെയൊക്കെയാണ് ദേവിക്ക് ഉപചാരങ്ങൾ കൊടുക്കേണ്ടത് എന്ന് നോക്കാം. 16 ശ്ലോകങ്ങൾ ഉള്ളത് കൊണ്ട് 16 ശ്ലോകങ്ങളും ഒരുമിച്ച് വായിച്ചു പോകാതെ ഞാൻ ആദ്യത്തെ 3 ശ്ലോകങ്ങൾ വായിച്ചതിന് ശേഷം, കാരണം അത് വളരെ ബുദ്ധിമുട്ടാണ് കണക്ട് ചെയ്ത് അതിന്റെ അർത്ഥം മനസ്സിലാക്കി തന്നെ വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ആദ്യത്തെ 3 ശ്ലോകം വായിച്ച് നമുക്കത് തുടങ്ങി വെച്ചുകൊണ്ട് പിന്നെ ഓരോരോ ശ്ലോകങ്ങൾ വായിച്ച് നമുക്കതിന്റെ അർത്ഥം കണ്ടുപോകാം. അതായിരിക്കും അതിന്റെ കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ആ മന്ത്രമാതൃക പുഷ്പമാല സ്തവം അതൊന്ന് വായിച്ചു നോക്കാം. അത്രയും ശ്രുതി മധുരമായിട്ടൊന്നും പാരായണം ചെയ്യാൻ അറിഞ്ഞുകൂടെങ്കിലും അതിന്റെ ആ ഒരു അർത്ഥത്തെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളത് പാരായണം ചെയ്യാനായിട്ട്. അപ്പോ മന്ത്രമാതൃക പുഷ്പമാല സ്തവം. ദേവിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ 16 ഉപചാരങ്ങളും ദേവിക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗുരുപരമ്പരയെ സ്മരിച്ചുകൊണ്ട് ദേവിയെ സ്മരിച്ചുകൊണ്ട് നമുക്കിത് തുടങ്ങാം. കല്ലോലോല്ലസിതാമൃതാബ്ധി ലഹരി മധ്യേ വിരാജന്മണി ദ്വീപേ കൽപകവാടികാ പരിവൃതേ കാദംബവാഡ്യോജ്വലേ രത്നസ്തംഭ സഹസ്ര നിർമ്മിത സഭാമധ്യേ വിമാനോത്തമേ ചിന്താരത്ന വിനിർമ്മിതം ജനനി തേ സിംഹാസനം ഭാവയേ ഏണാങ്കാനലഭാനുമണ്ഡലലസത് ശ്രീചക്രമധ്യേ സ്ഥിതാം ബാലാർക്കദ്യുതിഭാസുരാം കരതലൈപാശാം കുശൗ ബിഭ്രതീം ചാപം ബാണമപി പ്രസന്നവദനം കൗസുംഭവസ്ത്രാന്വിതാം താം ത്വാം ചന്ദ്രകലാവതം സമകുടാം ചാരുസ്മിതാം ഭാവയേ ഈശാനാദിപദം ശിവൈകഫലകം രത്നാസനം തേ ശുഭം പാദ്യം കുങ്കുമചന്ദനാദിഭരിത അർഘ്യം സരത്നാക്ഷതൈഃ ശുദ്ധൈരാജമനീയകം തവ ജലൈർഭക്ത്യാ മയാ കൽപ്പിതം കാരുണ്യാമൃതവാരിതേ തദഖിലം സന്തുഷ്ടയേ കൽപ്യതാം. അങ്ങനെ ആദ്യത്തെ 3 ശ്ലോകമാണിത്. ആദ്യത്തെ ശ്ലോകം നമുക്ക് ഒന്ന് വളരെ നന്നായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ദേവി എവിടെയാണ് ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. കല്ലോലോല്ലസിതാമൃതാബ്ധി ലഹരി മധ്യേ വിരാജന്മണി ദ്വീപേ കൽപകവാടികാ പരിവൃതേ കാദംബവാഡ്യോജ്വലേ രത്നസ്തംഭ സഹസ്ര നിർമ്മിത സഭാമധ്യേ വിമാനോത്തമേ ചിന്താരക്ത വിനിർമ്മിതം ജനനി തേ സിംഹാസനം ഭാവയേ. വളരെ മനോഹരമായിരിക്കുന്ന ശ്ലോകമാണിത്. ദേവിയെ എവിടെയാണ് തിരമാലകൾ കളിച്ചുകൊണ്ടിരിക്കുന്ന അമൃത സമുദ്രത്തിന്റെ മധ്യത്തില് രത്നമയമായിരിക്കുന്ന ദ്വീപില് കൽപ്പവൃക്ഷങ്ങൾ നിറഞ്ഞ ഉദ്യാനത്താൽ ചുറ്റപ്പെട്ട അത്യുജ്വലമായിരിക്കുന്ന ശോഭയോടുകൂടിയ കദംബവനത്തില് ആ ആയിരം രത്നസ്തംഭങ്ങളാൽ നിർമ്മിക്കപ്പെട്ട സഭാതലത്തിലെ വിമാനത്തിനുള്ളില് ചിന്താമണി രത്നനിർമ്മിതമായ അവിടുത്തെ സിംഹാസനം അല്ലയോ അംബികെ ഞാൻ ധ്യാനിക്കുന്നു. ഇതാണ് ഇതിന്റെ ആ ഒരു 4 വരിയുടെ ആ ഒരു സ്ഥൂലാർത്ഥം. ഭാവയേ എന്നാണ് പറയുന്നത്. എന്താണ്? സിംഹാസനം ഭാവയേ, ഞാൻ ഭാവിക്കുന്നു എന്ന് എന്റെ ഹൃദയത്തില്, അല്ലെ? ആദ്യം നമ്മൾ ഇതെല്ലാം ഒരു മാനസ പൂജയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ദേവിയെ ധ്യാനിക്കുക, ധീഡായനം, എന്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലോട്ട് കൊണ്ടുവന്ന് എന്റെ മനസ്സിനെ ബുദ്ധിയിൽ ലയിപ്പിച്ച് ബുദ്ധിയാകുന്ന ആ ഒരു മണ്ഡലത്തില് അമ്മ, ഞാനിത് അമ്മയെ ധ്യാനിക്കണു അമ്മ, എനിക്ക് വേറെ ഒന്നും ഇനി ചിന്തിക്കാനില്ല, ഞാനിത് എന്റെ ഉള്ളിലേക്ക് ഇറങ്ങിപ്പോവാണ്, ഞാൻ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഒരു ലയനം എന്നാണ് അർത്ഥം. ധ്യാനിക്കുക എന്ന് പറഞ്ഞാല് പൂർണ്ണമായിട്ട് അമ്മയെ കണ്ട ആ ഭംഗിയില്, ആ ഭാവനയില് നമ്മുടെ മനസ്സും ബുദ്ധിയും ശരീരവും ഇന്ദ്രിയങ്ങളും എല്ലാം ലയിക്കുന്ന ഒരു തലമാണ് ധ്യാനം എന്ന് പറയുന്നത്. ഭാവയേ, എന്റെ ഹൃദയത്തില് ഞാനതാ അമ്മയെ ധ്യാനിക്കുന്നു, ഭാവന ചെയ്യുന്നു. ആദ്യമായിട്ട് വേണ്ടത് എന്താണ്? ദേവി ഇരിക്കുന്ന സ്ഥലം ഭാവന ചെയ്യണം, അല്ലെ?
ഏത് കാര്യം ചിന്തിക്കണമെങ്കിലും നമുക്ക് എന്താണ് ടൈം ആൻഡ് സ്പേസ് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ്, കാലവും ദേശവും. അപ്പൊ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നത്, ആ ഒരു ടൈം ആൻഡ് സ്പേസ് കണ്ടിന്യൂം എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം. നമ്മുടെ ശരീരത്തിൽ വരുന്നു, ഇവിടെ ജീവിക്കുന്നു, അത് കഴിഞ്ഞ് ശരീരം ഉപേക്ഷിക്കുന്നു, വേറൊരു തലത്തിലേക്ക് പോകുന്നു, വീണ്ടും ശരീരത്തിൽ എത്തുന്നു. അപ്പൊ എന്താ, നമ്മള് ഒരു മനുഷ്യൻ ഇൻഡിവിജ്വലി ശരീരം എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസിനകത്ത് നിൽക്കുന്ന ഒരു വസ്തുവാണ്. ഇത് രണ്ടും ഇല്ലാതെ മനുഷ്യന് ഒന്നിനെ കുറിച്ചും ചിന്തിക്കാൻ സാധ്യമല്ല. എവിടെ, എപ്പോ, ഈ രണ്ട് നമ്മുടെ ചോദ്യങ്ങളാണ്, ഇല്ല എവിടെയാണ്, എപ്പോഴാണ്. ഇപ്പൊ ടൈം ആൻഡ് സ്പേസ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതം മുഴുവനും. അപ്പൊ ഇവിടെ ആദ്യമായിട്ട് ദേശത്തെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ കാലം, ഈ വർത്തമാന കാലം, ഇപ്പോ ഈ നിമിഷം എന്നർത്ഥം. ഈ ഏത് സമയത്താണോ നമ്മൾ ഭാവന ചെയ്യുന്നത് ആ കാലത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദേവിയെ ഭാവന ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ദേവി അമ്മ ഇരിക്കുന്ന സ്ഥലത്തെ ഞാൻ ആദ്യം ഭാവന ചെയ്യട്ടെ. അല്ലെ, എവിടെയാണ് നമ്മൾ, ഒരാൾ എവിടെയാണ്, ഏത്, നമ്മൾ പറയില്ല ഏത് രാജ്യത്താണ് ആ ആള്, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എവിടെ ഇരിക്കുന്നു. അല്ലെ, നമ്മൾ ചോദിക്കില്ല മക്കൾ ഇപ്പൊ എവിടെയാണ് ജോലി ചെയ്യുന്നത്, ഇന്ത്യയിലാണോ വിദേശത്താണോ, എന്താ അതിന്റെ അർത്ഥം? അവര് ശരീരം കൊണ്ട് എവിടെ ഇരിക്കുന്നു, മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. നമുക്ക് ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ആണ്, അല്ലെ, പരയാണ് അമ്മ, ഇതിനും അപ്പുറത്ത് നിൽക്കുന്ന ആള്. പക്ഷെ നമ്മൾ ഒരാളെ പറയണമെങ്കിൽ എന്താ പറയണത്, ഒരു സ്ഥലം പറയണം, ഇന്ന സ്ഥലത്താണ് ഇപ്പൊ ഉള്ളത്, അല്ലെ, അവിടുന്നാണ്. അപ്പൊ നമുക്ക് മനസ്സുകൊണ്ട് അവിടെ പോണം. ഇപ്പൊ നമ്മുടെ മക്കൾ ഇംഗ്ലണ്ടിലാണ്, നമ്മൾ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ആ പോയ വീട്, ആ സ്ഥലം, അത് ചുറ്റും എങ്ങനെ ഇരിക്കും, അല്ലെ, എന്റെ മകൻ താമസിക്കുന്ന വീട്, അല്ലെ, അവിടെ ചെല്ലുമ്പോ അകത്ത് എങ്ങനെ കയറി, അതിന്റെ മുറ്റം എങ്ങനെ ഇരിക്കും, ഇതൊക്കെ നമുക്കറിയാം ഒരിക്കൽ കണ്ടതുകൊണ്ട്. അതുപോലെ നമ്മൾ എവിടെയാണെങ്കിലും, നമ്മുടെ മക്കളാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും ഇരിക്കുന്ന സ്ഥലം നമ്മൾ ഒരിക്കൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും, ആ വീട്ടില് ഇന്ന മുറിയിൽ എന്റെ മക്കളൊക്കെ ഇരിക്കുന്നു, ഇവിടെ ഉണ്ണുന്ന മുറി എല്ലാം നമുക്ക് ഭാവന ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് അതുപോലെയല്ല, ഇത് ദേവിയുടെ സ്ഥലമാണ്, അല്ലെ, ആ എബോർഡ്, ദേവിയുടെ ആ ഒരു പൂർണ്ണമായിരിക്കുന്ന അമ്മ എവിടെ ഇരിക്കുന്നു നമുക്ക് ഭാവന ചെയ്യാനേ പറ്റൂ. നമ്മൾ കണ്ടിട്ടില്ല. ഋഷിമുനിമാര് നമുക്ക് പറഞ്ഞു തരുന്നു ആ ദേശത്തെ കുറിച്ച്, അല്ലെ. നമ്മൾ ഭാവന ചെയ്യുന്നത് ഇപ്പൊ ഈ നിമിഷം എനിക്ക് എന്റെ അമ്മയെ കാണണം, എനിക്ക് അവിടെ പോകണം. അപ്പൊ ഞാൻ എന്താ ഭാവന ചെയ്യേണ്ടത്, അമ്മയുടെ വീട് എങ്ങനെ ഇരിക്കും, അമ്മ എവിടെയാ ഇരിക്കുന്നത്, എനിക്ക് അവിടെ ചെന്നിട്ട് അമ്മയെ കാണണം, വിളിച്ചുകൊണ്ട് വരണം അമ്മയെ, അല്ലെ. ഒരു VIP നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്, ചെന്ന് കൂട്ടിക്കൊണ്ടുവരണം, അല്ലെ. ഇവിടെ ഇരുന്ന് വിളിക്കുകയല്ല വേണ്ടത്. അപ്പൊ ആദ്യം എന്ത് വേണം, അമ്മയെ ഒന്ന് ധ്യാനിക്കണം, ആ ദേശത്തെ കുറിച്ച് ചിന്തിക്കണം. ഈ നിമിഷം നമ്മൾ എന്താ ചിന്തിക്കാൻ പോകുന്നത്, അമ്മ എവിടെ ഇരിക്കുന്നു, ഏത് സമയമാണോ നമ്മൾ ഭാവന ചെയ്യുന്നത് ആ കാലത്ത് ഞാൻ എൻ്റെ ഹൃദയത്തില് ദേവിയെ ഭാവന ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ദേവി ഇരിക്കുന്ന സ്ഥാനം ഞാൻ ആദ്യം ഭാവന ചെയ്യുന്നു. എവിടെയാ അമ്മ ഇരിക്കുന്നത്, സിംഹാസനം ഭാവയെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെ. അപ്പൊ ആ ജനനി തേ സിംഹാസനം ഭാവയെ, ശ്രേഷ്ഠമായിരിക്കുന്ന ആ ഒരു ആസനത്തെ, അമ്മ ഇരിക്കുന്ന സ്ഥലത്തെ ഞാൻ ഭാവന ചെയ്യണു അമ്മ. എനിക്ക് വന്ന് കാണാൻ പറ്റിയിട്ടില്ല, എനിക്ക് അറിയില്ല എവിടെയാണെന്ന്. പക്ഷെ എനിക്ക് എന്റെ ഗുരുക്കന്മാര്, ഗുരുപരമ്പര ശങ്കര ഭഗവത്പാദർ പറഞ്ഞു തരുന്നു, ഇവിടെയാണ് അമ്മ ഇരിക്കുന്നത്. നേരിട്ട് കണ്ട ആളാണ്, അദ്ദേഹത്തിന് ഇങ്ങനെ ഭാവന ചെയ്യാൻ പറ്റൂ, നമുക്ക് പറ്റില്ല. അദ്ദേഹം കൈലാസത്തും ചിന്താമണി ഗ്രഹമൊക്കെ പോയി വന്ന ആളാണ്, ഇല്ല, അമ്മ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും വേണ്ടപ്പെട്ട ശിഷ്യനാണ് ശങ്കര ഭഗവത്പാദർ. അദ്ദേഹം പറയുന്നത് ഒരിക്കലും നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല, നമ്മൾ പൂർണ്ണമായിട്ട് അത് വിശ്വസിക്കണം. കാരണം ഇത്രയും വ്യക്തമായിട്ടില്ലെങ്കിൽ ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും. അതിമനോഹരമായിട്ട് അമ്മ എവിടെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഈ സിംഹാസനം ഇരിക്കുന്നത്. അങ്ങനെ നമ്മളെ ആചാര്യ ഭഗവത്പാദര് അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എങ്ങനെയെന്ന് വെച്ചാൽ എന്താ, ഒരു മനോരഥത്തില്, നമ്മുടെ മനസ്സാകുന്ന രഥത്തില്, അല്ലെ. 5 കുതിരകൾ പൂട്ടുന്ന ആ ഒരു മനസ്സ് നമുക്കുണ്ടില്ലേ, മനോരഥം. എന്താ, ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന 5 ഇന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ എന്ന് പറയുന്ന കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ഇവയിലൂടെ നമുക്ക് ഒരു മനസ്സാകുന്ന രഥത്തിനെ കൊണ്ടുവരികയാണ് അവിടെ. അപ്പോ ആ ഒരു മാനസ സഞ്ചാരമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഭാവനയിലൂടെ നമുക്ക് ദേവിയുടെ സന്നിധിയിലേക്ക് ചെല്ലാം, എന്നാലേ നമുക്ക് അമ്മയെ കാണാൻ പറ്റൂ. ധ്യാനം, ആ വാഹനത്തിന്റെ പേരെന്താ, ആ ഒരു വാഹനത്തെ എടുക്കുകയാണ്, ധ്യാന എന്ന് പറയുന്ന ആവാഹനം. നമ്മൾ ധ്യാനിക്കുകയാണ്, അല്ലെ, അമ്മയെ ആവാഹനം ചെയ്യുക. എന്താ ആവാഹനം ചെയ്യുക എന്ന് പറഞ്ഞാല്, നമ്മുടെ ഒരു ശരീരമാകുന്ന ഒരു വാഹനത്തിൽ ഇരുന്നുകൊണ്ട് ദേവിയെ ഈ വാഹനത്തിലേക്ക് കൊണ്ടുവരിക. ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ദേവിയെ, എന്താ പറയാ, ആ ഒരു ഈ പറയുന്ന പഞ്ചേന്ദ്രിയങ്ങളോട് കൂടി തന്നെ അമ്മയ്ക്ക് ശബ്ദം, നമ്മള് എന്താ പറയാ, ഗന്ധപുഷ്പ ധൂപദീപ നൈവേദ്യം കൊടുക്കുന്ന എന്താ, ഈ പഞ്ചേന്ദ്രിയങ്ങളെ റെപ്രസെന്റ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ദേവിയെ പൂർണ്ണമായിട്ട് ഒരു സ്ഥൂലമായിട്ടുള്ള രീതി, കാണപ്പെടുന്ന രീതിയിൽ അല്ല, സൂക്ഷ്മ രീതിയിലല്ല, അമ്മയെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. ആ സഞ്ചാരമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, അല്ലെ. ഒരു മനോരഥത്തില് മാനസ സഞ്ചാരം ചെയ്യാൻ പോവാണ്. 5 കുതിരകളെ തെളിക്കുന്ന തേരിൽ ഇരിക്കുന്നതാരാ, നമ്മുടെ ശരീരം. ആ ശരീരത്തിൽ വെച്ച് ഞാനാകുന്ന
നമ്മുടെ ബുദ്ധിയെ വെച്ചിട്ട് അല്ലെ, ബുദ്ധിയെ ഒരു ധ്യാനമാക്കാൻ പോവാണ്, കൂടുതൽ ഷാർപ്പാക്കാൻ പോവാണ്, കോൺസെൻട്രേറ്റഡ് ആക്കാൻ പോവാണ്. എന്നാലേ നമുക്ക് അമ്മയെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഭാവനയിലൂടെ നമുക്ക് ദേവിയുടെ സന്നിധിയിൽ ചെല്ലണം. അതിനു വേണ്ടിയിട്ട് അമ്മയെ ആവാഹിക്കാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം. അപ്പൊ ധ്യാനം വേണം നമുക്ക്. അപ്പൊ ഇവിടെ പൂജിക്കുന്നതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം അവിടെ പോവാണ്, ദേവി ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോകണം. അപ്പൊ എവിടെയാണ് ദേവി ഇരിക്കുന്നത്? എവിടെയാണ് ദേവി ഇരിക്കണമെന്ന് ചോദിക്കുമ്പോ പറയുന്നു, കല്ലോലോ ലസിത അമൃതാബ്ദി ലഹരി മധ്യേ. വളരെ ആദ്യത്തെ വാക്ക് തന്നെ എന്താണ്? കല്ലോലോ ലസിത അമൃതാബ്ദി ലഹരി മധ്യേ വിരാജന്മണി. അപ്പൊ എവിടെയാണ് അമ്മ ഇരിക്കുന്നത്? ആദ്യം തന്നെ നമ്മൾ പറയുന്നുണ്ട് അല്ലെ, നമുക്ക് ലളിതാ സഹസ്രനാമം പറയുന്നു, ശ്രീപുരത്തില് ചിന്താമണി. അമ്മയുടെ അഡ്രസ്സ് ചോദിക്കുമ്പോൾ ചിന്താമണി ഗൃഹത്തില് ആ പഞ്ചബ്രഹ്മ മഞ്ചത്തിലൊക്കെ ഇരിക്കുന്ന അമ്മ, അമ്മയുടെ കെയർ ഓഫ് അല്ലെ, ആ ഒരു ചിന്താമണി ഗൃഹം ശ്രീപുരം എന്നൊക്കെയാണ്. ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ അതേ കാര്യത്തിൽ തന്നെ വേറൊരു ചെറിയ മാറ്റമാണ് വരുത്തിയിരിക്കുന്നത്. എന്താണ്? കല്ലോലോ ലസിത അമൃതാബ്ദി ലഹരി. ഇത് സൗന്ദര്യ ലഹരി പറയുന്ന പോലെ തന്നെയാണ്, സുധാ സിന്ധൂർ മധ്യേ പറയുന്ന പോലെ. അപ്പൊ എവിടെയാണ് ദേവി ഇരിക്കുന്നത്? കല്ലോലോ ലസിത അമൃതാബ്ദി ലഹരി മധ്യേ. ദേവി ഇരിക്കുന്ന സ്ഥലം കല്ലോലം, ഉല്ലാസിതങ്ങളായിരിക്കുന്ന അമൃതാബ്ദി ലഹരി മധ്യേ, അമൃത സമുദ്രം. ആ അമൃത സമുദ്രത്തിന്റെ മധ്യത്തിലാണ് ദേവി ഇരിക്കുന്നത്. കല്ലോലങ്ങളാൽ ഉല്ലാസിതമായിരിക്കുന്ന, എന്താ കല്ലോലങ്ങള്? തിരമാലകള് അല്ലെ, തിരമാലകൾ ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്ന, എന്നാലും മുകളിലേക്ക് ഉയർന്നു വരുന്നതല്ല, ആ ഒരു സുനാമി അല്ല, വളരെ ശാന്തമായിട്ട് ഇങ്ങനെ ചെറിയ ഓളങ്ങള്. എന്ത് മനോഹരമായിരിക്കുന്ന ഭാവനയാണെന്ന് പോലും, ചെറിയ ഓളങ്ങള്. അപ്പൊ ആ ആവർത്തിച്ച് ഇങ്ങനെ ചെറിയ ഓളങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു അമൃത സമുദ്രത്തിൽ, അതിശാന്തമായിട്ട് അതിമനോഹരമായിട്ട്. മനോഹരങ്ങളായിരിക്കുന്ന കല്ലോലങ്ങള്, ചെറിയ തിരമാലകൾ, അതിങ്ങനെ ഉല്ലസിതം എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് പൊങ്ങിയും താണും ഇങ്ങനെ ഇരിക്കുന്ന ആ മനോഹരമായിരിക്കുന്ന അമൃതാബ്ദി ലഹരി മധ്യേ, അമൃത സമുദ്രത്തിന്റെ മധ്യത്തില്. ലഹരി എന്നുള്ള ഒരു വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അമൃത്. എപ്പോഴാ ഒരു മനുഷ്യന് ലഹരി ഉണ്ടാകുന്നത്? ആ ലഹരി ശരീരബോധത്തെ നഷ്ടപ്പെടുന്നതിനാണ് നമ്മൾ ലഹരി എന്ന് പറയുന്നത്. നമ്മൾ മനുഷ്യന്റെ തലത്തിൽ മദ്യലഹരി എന്ന് പറയും. എപ്പോഴാണോ ശരീരബോധം നഷ്ടപ്പെടുന്നത്, അപ്പൊ നമുക്ക് എന്താണ് ചെയ്യുന്നതെന്ന് അറിഞ്ഞൂടാത്ത അവസ്ഥയാണ് നമ്മൾ ലഹരി എന്ന് പറയുന്നത്. ഇവിടെയോ അമൃതാബ്ദി ലഹരി അല്ലെ. ആദ്യം നമ്മളിപ്പോ എന്താ കാണാൻ പോകുന്നത്? അമൃത സമുദ്രമാണ് കാണാൻ പോകുന്നത്. അമൃതം, മൃതമല്ലാത്തത് അമൃതം. എപ്പോഴാണ് നമുക്ക് ശരീരത്തിൽ അമൃതാനുഭവം ഉണ്ടാകുന്നത്? ശിവശക്തി സംയോഗത്തില് ശരീരബോധം നഷ്ടപ്പെടുന്നത്. ഇവിടെ ആ ശരീരത്തെ നഷ്ടപ്പെടുത്തി, അതുകൊണ്ടാണ് ധ്യാനം എന്ന് പറയാൻ കാരണം. ശരീരബോധത്തിലിരുന്ന് നമുക്കിത് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. കാരണം മന്ത്രസ്വരൂപിണിയായിരിക്കുന്ന അമ്മയാണ് ഇനി കാണാൻ പോകുന്നത്. ഉപചാരങ്ങളെല്ലാം തന്നെ മന്ത്രത്തിലൂടെയാണ് കൊടുക്കാൻ പോകുന്നത്. ഇപ്പൊ സ്ഥൂലവും കാണണം, നമുക്ക് സൂക്ഷ്മവും കാണണം, രണ്ടും വേണം അല്ലെ. അപ്പൊ ഈ അമൃത സമുദ്രത്തിൽ എത്തണമെങ്കിൽ തന്നെ ശരീരബോധം ഇല്ലാതായിട്ട് തീരണം. മഹാപത്മാടവി കഴിഞ്ഞ് എവിടെ ഈ അമൃത സാഗരം എന്ന് പറയുന്നത്? ആ ഒരു ചിന്താമണി ഗ്രഹത്തിന്റെ ചുറ്റുമായിട്ടാണ് അല്ലെ. അപ്പൊ ആ അമൃത സമുദ്രം എത്തണമെങ്കിൽ നമ്മുടെ ആജ്ഞാചക്രം ഒരു സാധകനെ സംബന്ധിച്ച് അവൻ അമൃത് എപ്പോഴാണോ കിട്ടാൻ പാകം, ഇനി കിട്ടിയോ കിട്ടിയില്ലോ എന്നുള്ളതല്ല, നമ്മൾ ആ തലത്തിൽ തന്നെ ശരീരവുമായിട്ടുള്ള വസ്തുക്കളെ ആ ദ്വൈതത്തിൽ നിന്ന് അദ്വൈത ഭാവത്തിലേക്ക് കയറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അമൃത സമുദ്രം ഭാവന ചെയ്യാൻ പറ്റൂ. അപ്പൊ ആ മൂലാധാരത്തിൽ കിടക്കുന്ന ദേവി ശിവശക്തി ഐക്യരൂപിണിയായിട്ടിരുന്നു കൊണ്ട് രണ്ടുപേരും ചോർന്നിരിക്കുമ്പോ കിട്ടുന്ന ആ ഒരു അമൃത സമുദ്രത്താൽ ചുറ്റപ്പെട്ട അവിടെ സ്ഥലത്തിരിക്കുന്ന, അവിടെയാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ അമൃത സമുദ്രം ശങ്കര ഭഗവത് പാദരെ സംബന്ധിച്ച് വളരെ നിസ്സാരാണ്. അദ്ദേഹം സദാ ഇരിക്കുന്നത് ആ ഭാവത്തിലാണ് അല്ലെ. അപ്പൊ നമ്മളെ സാധകരെ, ഇത് വായിക്കുന്നവരെല്ലാം അദ്ദേഹം എവിടെയാ കൂട്ടിക്കൊണ്ടുപോകണം? അദ്ദേഹത്തിന്റെ കരുണയാണ്. ആ അമൃത സമുദ്രത്തെ ഭാവന ചെയ്യൂ. അമൃതം എന്ന് പറഞ്ഞത് ശരീരബോധം ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ്, മൃതമല്ലാത്ത അവസ്ഥയാണ്. ശരീരത്തിനെ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. ആരെയാ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ശരീരത്തെയാണോ? അല്ല, നമ്മുടെ ആത്മാവിനെയാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് ശങ്കര ഭഗവത് പാദർ. അവിടെ വിരാജൻ മണിദ്വീപേ, അവിടെ വിരാജിക്കുന്ന, വിളങ്ങിക്കൊണ്ടിരിക്കുന്ന, നിങ്ങൾക്കറിയാമോ അവിടെ ഒരു സ്ഥലമുണ്ട്, അതിന്റെ പേരാണ് മണിദ്വീപം. അപ്പൊ മണി എന്ന് പറഞ്ഞാൽ രത്നം അല്ലെ. രത്ന നിർമ്മിതമായിരിക്കുന്ന ഒരു ദ്വീപില്, അതാണ് ദേവിയുടെ വാസസ്ഥലത്തിന്റെ പേര്. അദ്ദേഹം നമുക്ക് പറഞ്ഞു തരികയാണ് അല്ലെ. നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്ന ഒരു സ്ഥലമാണ്, വളരെ വിശേഷപ്പെട്ട ഒരു ദ്വീപാണ്. അവിടെയാണെങ്കിൽ അമൃത സമുദ്രമാണ്. അവിടെ വിരാജിക്കുന്ന ഒരു മണിദ്വീപത്തിലേക്ക്, അവിടെ വിളങ്ങിക്കൊണ്ടിരിക്കുന്ന മണിദ്വീപത്തില് അവിടെ രക്തനിർമ്മിതമായ ഒരു ദീപം അതുണ്ട്.
അതാണ് ദേവിയുടെ വാസസ്ഥാനം. മനസ്സിലാക്കൂ, ഇതിന്റെ പേരാണ് മണിദ്വീപം. അല്ലെ? അത് എങ്ങനെ ഇരിക്കും ആ മണിദ്വീപം? എങ്ങനെയാണ് അതിന്റെ ചുറ്റും? നമ്മൾ പറയില്ല വീടിന് ചുറ്റും സ്ഥലമുണ്ടോ, വീടിന് ചുറ്റും എന്ത് വൃക്ഷങ്ങളാണെന്നൊക്കെ ചോദിക്കുന്ന പോലെ അമ്മയുടെ ദ്വീപ് നമ്മൾ കണ്ടിട്ടില്ല. വളരെ ആകാംക്ഷാഭരിതരായിട്ട് ചോദിക്കാണ്, എന്താണ് അവിടെ ഉള്ളത്? കൽപ്പക വാടികാ പരിവൃതേ കാദംബ വാഡ്യോജ്വലേ. കൽപ്പക വൃക്ഷങ്ങൾ നിറഞ്ഞ ആ ഒരു വാടികയുണ്ട്, അവിടെ ഒരു ഉദ്യാനമുണ്ട്. ദേവലോകത്തുള്ള പാരിജാത കൽപ്പവൃക്ഷങ്ങള് ഇവിടെ ദേവിയുടെ ഈ മണിദ്വീപിൽ ധാരാളമായിട്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഒരു വാടിക പോലെ ഇരിക്കുന്നു, അല്ലെ? കാദംബ വാഡ്യോജ്വല്, കദംബ വനങ്ങള് ജ്വലിക്കുന്ന അതിന്റെ മധ്യത്തില്. ഇപ്പൊ കടമ്പിൻ പൂക്കുലകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു രത്ന സ്തംഭം, അത് സഹസ്ര തൂണുകൾ, അതായത് രത്നസ്തംഭ സഹസ്ര നിർമ്മിത സഭാമധ്യേ, മരതകങ്ങൾ മുതലായിട്ടുള്ള രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച തൂണുകൾക്ക് മധ്യേ, അതായത് ആയിരക്കണക്കിന് തൂണുകൾ, സഹസ്രം എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റ് എന്ന അർത്ഥം. അപ്പൊ ആയിരക്കണക്കിന് തൂണുകൾ ഉള്ള ഒരു 1000 കാൽ മണ്ഡപം എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ സഹസ്രം എന്നാൽ 1000. അപ്പം ആ സഹസ്ര രത്ന തൂണുകൾ കൊണ്ട് നിർമ്മിതമാക്കപ്പെട്ട ഒരു സഭയുടെ മധ്യേ വിമാനോത്തമേ, ഇവിടെ വിമാനം എന്ന് പറഞ്ഞാല് ഉയർന്ന വാഹന സമാനമായിരിക്കുന്ന ഒരു ഇരിപ്പിടം എന്നാണ് അർത്ഥം. തമിഴ്നാട്ടിലൊക്കെ കൽപ്പാത്തി തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് രഥോത്സവങ്ങൾ നടത്താറുണ്ട്. രഥത്തിന്റെ മുകൾ ഭാഗത്തെയാണ് നമ്മൾ വിമാനം എന്ന് പറയുന്നത്. ഈവൻ മധുര മീനാക്ഷി ക്ഷേത്രത്തിലെ ഗോപുരത്തിന്റെ മുകൾ ഭാഗത്തെയാണ് നമ്മൾ വിമാനം എന്ന് പറയുന്നത്. അപ്പൊ വിമാനത്തിലേക്ക് കയറ്റുക എന്നൊക്കെ ഉണ്ട്. വിമാനമാണ് രഥം എന്ന് പറയുന്നത്. അപ്പൊ ഈ തമിഴ്നാട്ടിലെ ക്ഷേത്ര ഗോപുരങ്ങളെയൊക്കെ വിമാനങ്ങൾ എന്ന് പറയാറുണ്ട്. ഉയർന്നു നിൽക്കുന്ന മാത്രമല്ല, വിമാനം എന്നതിന് 7 നില മാളികകൾ എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ആകാശ സഞ്ചാരം ചെയ്യുന്ന പുഷ്പക വിമാനങ്ങളുണ്ട്, പറക്കുന്ന വിമാനങ്ങൾ, അല്ലെ? അത് ഭൂമിയിൽ നിന്ന് വളരെ ഉയർന്നു നിൽക്കുന്ന സ്ഥാനം എന്നർത്ഥം. അപ്പൊ വിമാനോത്തമേ, ശ്രേഷ്ഠമായ ഉയർന്ന വിമാനത്തില് മണ്ഡപത്തില് ആസനസ്ഥയായിട്ടിരിക്കുന്ന അല്ലയോ ദേവി. ചിന്താരത്ന വിനിർമ്മിതം സിംഹാസനം. എങ്ങനെയാണ് ഞാൻ കാണാൻ പോകുന്നത് അമ്മേ? അത് എന്താണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് പറഞ്ഞു തരികയാണ്. ചിന്താമണി എന്നുള്ള വിശിഷ്ട രത്നം. എന്താ ചിന്താമണി വിശിഷ്ട രത്നം? ചിന്തിക്കുന്നതെല്ലാം നൽകുന്ന മണി, അല്ലെ? കാമധേവിനെ പോലെ അല്ലെങ്കിൽ കൽപ്പക വൃക്ഷത്തെ പോലെ നമ്മൾ എന്ത് ആഗ്രഹിച്ചാലും സങ്കല്പിച്ചാലും തരാൻ കഴിവുള്ള ചിന്താമണി രത്നം കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന അമ്മയുടെ അവിടുത്തെ സിംഹാസനം അഹം ഭാവയെ, ഞാൻ സങ്കല്പിക്കുന്നു. കാമധേനു ഒക്കെ എന്താ, വെറും ഒരു സാധാരണ പശു അല്ല. കാമധേനു ദേവന്മാരുടെ, അല്ലെ? എന്ത് ചോദിച്ചാലും കൊടുക്കുന്നത്. കൽപ്പവൃക്ഷം ദേവവൃക്ഷമാണ്. പക്ഷെ അതിന്റെയൊക്കെ 1000 മടങ്ങ് ഒരു ചിന്താമണി കല്ലിന് പോലും ചോദിക്കുന്നതെല്ലാം കൊടുക്കാൻ പറ്റും. അങ്ങനെ അനേക ചിന്താമണി രത്നങ്ങൾ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഒരു സിംഹാസനം അമ്മ ഞാനിതാ ഭാവന ചെയ്യുന്നു. ഇനി ചിന്താമണി എന്നുള്ളതിന് വേറൊരു അർത്ഥം പറയുകയാണെങ്കിൽ എന്റെ ചിന്ത, എന്റെ മനസ്സ് എപ്പോഴും ചിന്തകളാകുന്ന കല്ലോലങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ? അത് നല്ല ചിന്തകളാവാം, മോശം ചിന്തകളാവാം, സത്ചിന്തകളാവാം, ദുഷ്ചിന്തകളാകാം, രജോ ഗുണമാകാം, തമോ ഗുണമാകാം, സത്വഗുണമാകാം, ഇല്ല? പലതരത്തിലുണ്ട് ചിന്തകൾ. എന്റെ ചിന്ത എപ്പോഴാണോ ശുദ്ധമായിട്ട് തീരുന്നത്, അതായത് എന്റെ ചിന്ത എപ്പോഴാണോ മണി പോലെ ശുദ്ധമാക്കുന്നത്, ആ ചിന്ത, അതിലാണ് നമുക്ക് ദേവിയെ ഭാവന ചെയ്യാൻ പറ്റുക. ഭാവനാ സമ്പന്നമായ ആ ചിന്താമണി കൊണ്ട് ഒരു സിംഹാസനം എന്റെ ഭാവനയിൽ ഞാനിതാ കൽപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ദേവിയെ എന്താ പറയുക, ഈ ലളിതാ ത്രിപുര സുന്ദരിയെ ഭാവന കൊണ്ട് പോലും ഉണ്ടാക്കണമെങ്കിൽ എന്താ വേണ്ട? മനസ്സൊന്ന് ചിന്തിക്കണമെങ്കിൽ പോലും നമ്മുടെ മനസ്സ് ശുദ്ധമായിട്ട് തീരണം, അല്ലെ? ഒരഴുക്കും പാടില്ല അവിടെ. അപ്പൊ എന്റെ ചിന്തകളാകുന്ന മണിരത്നങ്ങളെ കൊണ്ട് ഞാനിതാ അമ്മയ്ക്കൊരു സിംഹാസനം തീർത്തിരിക്കുക. കാരണം ഇനി എവിടെയോട്ടാ കൊണ്ടുവരേണ്ടത്? അമ്മയെ അവിടെ ചെന്ന് കണ്ടിട്ട് വരാനല്ല നമ്മൾ പോകുന്നത്, അമ്മയെ വിളിച്ചുകൊണ്ട് വരാനാണ്, അല്ലെ? ക്ഷണിക്കണം, ആ വരൂ, എന്റെ ഹൃദയമാകുന്ന ചിന്താമണി ഗൃഹത്തിൽ വന്ന് വിളിക്കാൻ പോവാണ് നമ്മൾ. അപ്പൊ എന്ത് വേണം? നമ്മുടെ ഹൃദയം ശുദ്ധമായിട്ട് തീരണം. അമ്മ ഇവിടെ വന്ന് ആസനസ്ഥയായാലും അമ്മയെ ഞാനിതാ കാണുന്നു. ഇനി എന്താ കാണുന്നു? ഇനി ചെന്ന് വിളിക്കണം, ഇല്ലേ? അമ്മയുടെ ശ്രീപുരത്തിലുള്ള ആ മണിദ്വീപത്തിലുള്ള ചിന്താമണി ഗൃഹം, ആ ഉയർന്ന വിമാനമധ്യത്തില് രത്നസിംഹാസനത്തിൽ ആസനസ്ഥയായിരിക്കുന്ന ദേവിയെ കാണാൻ ആ സ്ഥലത്തേക്ക് ശങ്കര ഭഗവത്പാദരാകുന്ന നമ്മുടെ ഗുരുവിന്റെ കൂടെ നമ്മൾ പോവുകയാണ്. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ അവിടെ നമ്മളെന്താ അവിടെയോട്ട് കൊണ്ടുപോവാണ്. അപ്പൊ അടുത്ത ശ്ലോകത്തിലാണ് ദേവിയുടെ മുഖത്തെ ഭാവന ചെയ്യുന്നത്. ധ്യാന ശ്ലോകം അടുത്ത ശ്ലോകമാണ്. ഈ ആദ്യം എന്താ ശങ്കര ഭഗവത്പാദർ ഈ ശ്ലോകം രചിച്ചിരിക്കുന്നത് ആ ഒരു ഗൗരവമേറിയ അഭിലാഷം മനസ്സിൽ വെച്ചിട്ടാണ്.
ചുമ്മാതെ മണിദ്വീപം വരെ പോവുകയല്ല ശങ്കരാചാര്യ സ്വാമികൾ. അദ്ദേഹത്തിന് പറയുന്നു, അമ്മേ, ചിന്താമണി രത്നം കൊണ്ടൊരു സിംഹാസനം ഞാൻ എന്റെ മനസ്സുകൊണ്ട് സമർപ്പിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ നമ്മളിത് വായിക്കുന്ന പഠിക്കുന്ന നമ്മളെല്ലാവരും എന്താ വേണ്ടേ? അമ്മയ്ക്കൊരു ചിന്താമണി സിംഹാസനം കൊടുക്കണം ആ രത്നം കൊണ്ട്, അല്ലെ? ജനനി, അമ്മേ എന്ന് സംബോധന ചെയ്യാണ്. അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ? ജനനി അല്ലെങ്കിൽ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഊഷ്മളമായിരിക്കുന്ന ഒരു ബന്ധം, അല്ലെ? അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. അതിനപ്പുറം ഒരു ബന്ധം ഇല്ല ഈ പ്രപഞ്ചത്തില്. അപ്പൊ അമ്മയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ തന്റെ അഗാധമായിരിക്കുന്ന ഭക്തി സ്ഥാപിക്കുകയാണ് അവിടെ, അല്ലെ? ശ്രീമാത, അല്ലെ? അമ്മ എന്ന് പറഞ്ഞാൽ ശ്രീമാത, എന്നെ ആ അടുപ്പം ചെയ്യുക, ഏറ്റവും കൂടുതൽ അടുപ്പത്തിൽ വിളിക്കും. നമ്മൾ ഒരാളെ സ്നേഹത്തോടെ വിളിക്കും അമ്മ, അല്ലെ? ഏറ്റവും വലിയ ബന്ധമാണ് അവിടെ ശ്രീമാത എന്ന് പറയുന്ന പേര്, അല്ലെ? അമ്മ. അപ്പോ അമ്മയും മക്കളും തമ്മിലുള്ള ആ പൊക്കിൾക്കൊടി ബന്ധം, എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരാൻ കഴിവുള്ള ആ ഒരു രത്നമാണ് ചിന്താമണി രത്നം. സിംഹാസനത്തിലെ എല്ലാ കല്ലുകളും ഭൗതികമായിട്ടുള്ള ഏത് ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ കഴിവുള്ളതാണ്. ഈ സിംഹാസനം 7 നിലകളുള്ള ഒരു വിമാനത്തിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു 1000 തൂണുകളുള്ള ഒരു വലിയ ഹാളിന്റെ നടുമുറ്റത്ത് മണിദ്വീപ് എന്ന് പറയുന്ന ആ ഒരു ദ്വീപില് വിലയേറിയ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച ആ ഒരു ദ്വീപിന്റെ നടുവിലാണിത്. ഈ ദ്വീപ് എവിടെയാണ്? അമൃതം, അതായത് അമൃതം നിറഞ്ഞ പ്രകാശമാനമായിരിക്കുന്ന ഒരു സമുദ്രത്തിന്റെ നടുക്കാണ്. കോസ്മിക് ഓഷ്യൻ എന്ന് പറയും ഇതിന്, അല്ലെ? ആ സമുദ്രത്തിന്റെ മധ്യത്തിലാണിത്. സൗന്ദര്യ ലഹരിയിൽ പറയുന്നു, സുധാ സിന്ധോർ മധ്യേ. അത് ഇതേ ശ്ലോകം തന്നെ 3-ാമത്തെ ശ്ലോകം സൗന്ദര്യ ലഹരി പറയുന്നുണ്ട്, അല്ലെ? ഇവിടെ അമൃതം എന്ന് പറഞ്ഞാൽ ആനന്ദമാണ്. ദേവിക്ക് ഭഗവത് പാദർ തന്റെ മനസ്സിലൂടെയാണ് ഈ സിംഹാസനം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളിത് വായിക്കുകയും പറയുകയും ചെയ്യുന്ന നമ്മളും എന്ത് വേണം? മനസ്സിലൂടെ ദേവിക്ക് ഇത് കൊടുക്കണം. എന്നാലേ നമുക്ക് ദേവിയെ കൊണ്ടുവന്ന് ഓരോ ഉപചാരങ്ങളായിട്ട് കൊടുക്കാൻ പറ്റൂ. ഉപചാരം എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയായിട്ട് അടുക്കണം, അല്ലേ? അടുത്ത് പെരുമാറണം. എന്നാലേ നമുക്ക് അമ്മയുമായിട്ട് ആ ഒരു ബന്ധം, വളരെ കാലമായിട്ട് അകന്നു പോയ, കാണാതിരുന്ന അമ്മയെ നമ്മൾ കാണുകയാണ്, അല്ലെ? മനസ്സിൽ എന്തും കൊടുക്കാൻ കഴിയും, മനസ്സിന് മാത്രമേ എന്തും കൊടുക്കാൻ പറ്റൂ. നമുക്ക് ബാഹ്യമായിട്ട് നമുക്ക് പണം, അപരാധ ക്ഷമാപണ സ്തോത്രത്തിൽ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ പറയുന്നുണ്ട്, ഇല്ലേ? പലതും എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല, എനിക്ക് ധനമില്ല, എനിക്ക് ദ്രവ്യങ്ങൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല, എനിക്ക് പലതും അറിയില്ലായിരുന്നു എന്ന് പറയുന്നു. അപ്പൊ ബാഹ്യമായിട്ട് കൊടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം. പക്ഷെ മനസ്സിനോ എന്തും കൊടുക്കാൻ കഴിയും, അല്ലെ? കാരണം അദ്ദേഹത്തിന്റെ ചിന്തകള് മണികളായിട്ട് ശോഭിക്കാൻ കാരണം എന്താ? ചിന്താമണി രത്നത്തിന് തുല്യമായ അമ്മയുടെ ചിന്തകളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അമ്മയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് എന്തായി തീർന്നു? ചിന്താമണിയായിട്ട് തീർന്നു. അമ്മ ഇരിക്കുന്ന ആ ഒരു ദ്വീപ്, അമൃത സമുദ്രം, അല്ലെ? മൃതമല്ലാത്ത നമ്മുടെ മനസ്സില്, നമ്മുടെ ആ സൂക്ഷ്മ ശരീരത്തില് ആ ചിന്താമണി കല്ലുകൊണ്ട് നിർമ്മിച്ച അമ്മയുടെ ഗൃഹം, അല്ലെ? അപ്പൊ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുമ്പോ തന്നെ എന്തായിട്ട് തീർന്നു? ചിന്താമണി കല്ലുകളായിട്ട് മാറുകയാണ്. അപ്പൊ അവൻ ഈ ഘട്ടത്തിൽ എന്താ ഒരു മനുഷ്യനെ ചിന്തിക്കുകയാണെങ്കിൽ ഭൗതിക ലോകത്തിൽ നിന്ന് തീർത്തും ഒറ്റപ്പെട്ടു പോയി എന്നർത്ഥം. നമ്മളെ ഭൗതിക ലോകത്തിൽ ശരീരമാകുന്ന സമുദ്രത്തിന്റെ മുകളിൽ, നമ്മളെ ശരീരമാകുന്ന, നമ്മൾ ഈ പറയുന്ന എന്താ സംസാര സാഗരത്തിൽ ഇരിക്കുന്ന ശരീരത്തിനുള്ളില് ഇതിലൊന്നും പെടാത്ത ഒരു വലിയ, എന്താ പറയാ, ഒരു നിധിയുണ്ട്, ഒരു ഖനിയുണ്ട്, ഒരു ട്രഷറുണ്ട്. അതാണ് നമ്മുടെ ചിന്താമണി ദ്വീപ്. നമ്മൾ അവിടത്തേക്ക് ഉയരുകയാണ്. ശരീരബോധത്തിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് ഉയരണം. കാരണം എന്താ? ഈ മനസ്സിൽ ചിന്താമണി ഗൃഹമായി കഴിഞ്ഞു, അല്ലെ? അവിടെ ആ ഒരു രത്ന സിംഹാസനത്തിലാണ് അമ്മ ആ ഇരിക്കുന്നത്. അമ്മയെ കൊണ്ടുവരാൻ പോവുകയാണ് നമ്മള് ആ ചിന്താമണി സിംഹാസനത്തിൽ ഇരിക്കാൻ മാത്രം, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ തന്നെ ഭാവന ചെയ്തുകൊണ്ട് വേണം ഈ ഓരോ ശ്ലോകങ്ങളും പഠിക്കാനായിട്ട്. കാരണം എന്താ? ആദ്യത്തെ ആ മന്ത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരം കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു മഹാമന്ത്രമാണ് ആദ്യത്തെ ശ്ലോകം. കല്ലോലം എന്നുള്ള ആ കായിൽ തുടങ്ങിയിരിക്കുന്ന ദേവിയുടെ ശ്രീവിദ്യാ മന്ത്രത്തിന്റെ ആദ്യത്തെ അക്ഷരമാണ് കകാരം, അല്ലെ? അപ്പൊ കല്ലോലോ ലസിതാമൃതാബ്ദി ലഹരി. അത് വായിക്കുന്നത് നമ്മളിങ്ങനെ കൂട്ടിച്ചേർത്ത് തന്നെ വായിക്കണം, എങ്കിലേ നമുക്കത് പൂർണ്ണമായിട്ടുള്ള അർത്ഥം കിട്ടുള്ളൂ. കല്ലോലോല്ലസിതാമൃതാബ്ദി ലഹരി മധ്യേ വിരാജന്മണി ദീപേ കൽപകവാടിക പരിവൃതേ കാദംബവാദ്യോജ്വലേ രത്നസ്തംഭ സഹസ്ര നിർമ്മിത സഭാമധ്യേ വിമാനോത്തമേ ചിന്താരക്തവിനിർമ്മിതം ജനനി തേ സിംഹാസനം ഭാവയേ. ഇതിങ്ങനെ ഒരുമിച്ച് പറയുമ്പോൾ നമുക്ക് അമ്മയ്ക്കിതാ അമ്മ സിംഹാസനം സമർപ്പിക്കുന്നു. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ശ്ലോകം കൂടെ ഒന്ന് നോക്കാം.
രണ്ടാമത്തെ ശ്ലോകം എന്താണ്? ഏണാങ്കാനലഭാനുമണ്ഡലലസത് ശ്രീചക്രമധ്യേ സ്ഥിതാം ബാലാർക്കദ്യുതിഭാസുരാം കരതലൈപാശാം കുശൗ ബിപ്രദീം ചാപം ബാണമപി പ്രസന്നവദനം ഔസുംഭവസ്ത്രാന്വിതാം താം ത്വാം ചന്ദ്രകലാവതം സമകുടാം ചാരുസ്മിതാം ഭാവയേ. അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഏണാങ്കാനന ഭാനുമണ്ഡലലസ ശ്രീചക്രമധ്യേ സ്ഥിതാം ബാലാർക്കദ്യുതി ഭാസുരാം കരതലൈ പാശാം കുശൗ ബിപ്രദീം ചാപം ബാണമപി പ്രസന്നവദനം കൗസുംഭ വസ്ത്രാന്വിതാം താം ത്വാം ചന്ദ്രകലാപതം സമുകുടാം ചാരുസ്മിതാം ഭാവയെ. പൂർണ്ണമായിരിക്കുന്ന അമ്മയുടെ ഒരു ധ്യാന ശ്ലോകമാണ് ഇവിടെ പറയുന്നത്. ഇത് വളരെ മനോഹരമായിരിക്കുന്ന ഈ പറയുന്ന എന്താ പറയാ, രണ്ടാമത്തെ അക്ഷരം ഏകാരം വെച്ചിട്ട് തുടങ്ങുകയാണ്. ഇത് ഈ 16 ഉപചാരം കൊടുക്കുമ്പോൾ ഈ ശ്ലോകം തന്നെയാണ് സാധാരണഗതി നമ്മൾ ഉപയോഗിക്കാറ്. എന്താണ്? ആ ഒരു ചന്ദ്ര അർക്ക വന്യ മണ്ഡലങ്ങളുടെ പ്രഭയോട് കൂടിയ ശ്രീചക്രമധ്യേ, ഇങ്ങനെ തന്നെ ദേവി ഇതിൽ ഭാവന ചെയ്യണം നമ്മൾ. ആ ശ്രീചക്രത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ബാലാർക്ക ശോഭയോട് കൂടിയവളും ആ ഒരു കരങ്ങളില് കയറ്, തോട്ടി, വില്ല്, അമ്പ് ധരിച്ചിരിക്കുന്നവളും പ്രസന്നവദനയും സുവർണമയമായിരിക്കുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്നവളും ചന്ദ്രക്കല അണിഞ്ഞ കിരീടത്തോടു കൂടിയവളും മന്ദസ്മിത സുന്ദരിയുമായിരിക്കുന്ന ആ ദേവിയെ, ഭഗവതിയെ ഞാനിതാ ധ്യാനിക്കുന്നു. വളരെ മനോഹരമാണിത്. ഇത് കാണാതെ പഠിച്ച് ദിവസം ചൊല്ലുന്നത് വളരെ വിശേഷമാണെന്ന് പറയപ്പെടുന്നു ശ്രീവിദ്യ ഉപാസനയില്. കാരണം ഇത് ആ ഒരു ശ്രീവിദ്യ മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷര നിർമ്മിതമാണ്. അപ്പൊ ശ്രീവിദ്യ മന്ത്രത്തിന്റെ ആദ്യ അക്ഷരങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ മന്ത്രമാതൃക പുഷ്പമാല സ്തവം. ശങ്കരാചാര്യ സ്വാമികൾ ദേവിക്ക് സമർപ്പിച്ചതാണിത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സുകൊണ്ടുണ്ടാക്കി. ഈ ഒരു പ്രാവശ്യം ഈ ശ്ലോകങ്ങൾ നമ്മൾ ചൊല്ലുമ്പോൾ ഒരു ശ്രീവിദ്യ മന്ത്രം ജപിച്ചതിന് തുല്യമാണ്. ദേവിക്ക് വളരെ ഇഷ്ടമാണ്. കാരണം അമ്മ ആരാണ്? മന്ത്രസ്വരൂപിണിയാണ് അല്ലെ. അപ്പൊ ഈ മന്ത്രമാതൃക പുഷ്പമാല സ്തവം ശങ്കരാചാര്യ സ്വാമികൾ എന്ന് പറയുന്ന അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാൽ നിർമ്മിക്കപ്പെട്ട് ഈ ഭൂമിയിലുള്ള നമ്മളെ പോലെയുള്ളവർക്ക് വേണ്ടി തന്നിരിക്കുന്നു. കാരണം എന്താ? ഇത് അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുമായിട്ട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കാനായിട്ട്. ആ സ്തുതി ദേവിക്കുള്ള ഒരു മാനസ പൂജയായിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം അവസാനത്തെ വരിയിലാണ് ശങ്കരാചാര്യ സ്വാമികൾ തന്റെ സങ്കല്പത്തെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഞാനിതാ അമ്മയുടെ മന്ത്രാക്ഷരങ്ങൾ കൊണ്ട് ഒരു മാതൃകാ മാല ഉണ്ടാക്കിയതാ പർവ്വതപുത്രിയായിരിക്കുന്ന പാർവതീ ദേവി അല്ലയോ അമ്മേ, ആ പാദകമലങ്ങളില് അലങ്കാരമായിട്ട് ഞാൻ ചാർത്തുന്നു. ഇത് ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കട്ടെ അല്ലെ. ഇതിലെ വാക്കുകളെല്ലാം തന്നെ സൂക്തികളാണ്. സൂക്തങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അർത്ഥങ്ങൾ, അനുഗ്രഹങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ വാക്കുകളാകട്ടെ ഇതില് അനന്തമായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹങ്ങളുണ്ട്. അതിന്റെ ആ സൗരഭ്യം കൊണ്ട് കവിഭൃംഗങ്ങൾ എന്ന് പറഞ്ഞാല് മനസ്സ് ദേവിയില് രമിക്കുന്നവര്, ആ കവിഭൃംഗങ്ങൾ ഭ്രമിക്കട്ടെ, എല്ലാ ഭക്തന്മാരും സജ്ജനങ്ങളും ഈ സ്തോത്രമാലയില് രമിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അത് ഈ സങ്കല്പം വച്ചിരിക്കുന്ന ദേവിയുടെ മുമ്പില്. നമ്മൾ എന്താ പറയുക? ഏത് താന്ത്രിക പൂജയ്ക്ക് മുമ്പിലും സങ്കല്പത്തിന്റെ പ്രാധാന്യം എന്താ? സങ്കല്പമാണ് യാഥാർത്ഥ്യം. അമ്മയുടെ സങ്കല്പമാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലിരിക്കുന്ന 84 കോടി ജീവരാശികളും ഏതൊക്കെ യോനികളിൽ എങ്ങനെ ജനിക്കണം, അവരെന്തായിരിക്കണം, എങ്ങനെ ആണ് പെണ്ണ്, അവർക്ക് എന്തൊക്കെ വ്യത്യാസങ്ങൾ, ഒരു മരത്തിൽ എത്ര ഇലകൾ വേണം അല്ലെ, ഒരു എന്താ പറയുക, ഹിമാലയത്തിൽ താമസിക്കുന്ന അല്ലെ, അവിടെ താമസിക്കുന്നവർക്ക് ഏത് രൂപഭാവങ്ങൾ വേണം, ചൂടുള്ള രാജ്യത്ത് എങ്ങനെ വേണം, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അമ്മയുടെ സങ്കല്പമാണ്. അമ്മയാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഒരു പുഴുവിന് അതിന്റെ സർക്കംസ്റ്റൻസിൽ എങ്ങനെ ജീവിക്കണം, ഒരു ജലജീവിക്ക് ജലത്തിൽ എങ്ങനെ ജീവിക്കണം, ആ ഒരു ആ ഒരു ആകാശത്തിൽ പറക്കുന്ന ആ ഒരു പക്ഷിക്ക് അല്ലെ, ഖഗത്തിന് എന്ത് ചിറകുകൾ കൊടുക്കണം, ഇതെല്ലാം അതിന്റെ നിറം എന്താണ്, ഇതൊക്കെ തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന എവിടെയാ? നമ്മളാണോ തീരുമാനിച്ചിരിക്കുന്നത്? അല്ല. നമ്മുടെ ഈ ശരീരം എങ്ങനെ വരണം, ഏത് അച്ഛനമ്മമാരിലൂടെ, എപ്പോ, എങ്ങനെ, ആണാണോ പെണ്ണാണോ, ഇതെല്ലാം തീരുമാനിക്കപ്പെട്ടിരിക്കുന്ന ഇവിടെ അമ്മയുടെ സങ്കല്പത്തിലൂടെയാണ്. പ്രപഞ്ച മാതാവായിരിക്കുന്ന അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ വന്നവരാണ് നമ്മളെല്ലാം. അമ്മയുടെ സങ്കല്പമാണ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. അപ്പൊ അമ്മയോട് പറഞ്ഞിരിക്കുന്ന എന്താ? ഈ മകൻ അമ്മയോട് പറയാണ്, അമ്മ ഈ സ്തോത്രമാലയില് എന്താ പറയാ, എല്ലാവരും രമിക്കട്ടെ, സന്തോഷിക്കട്ടെ. കാരണം എന്താ? എല്ലാ ഭക്തർക്കും സജ്ജനങ്ങൾക്കും, ഇവിടെ ദീക്ഷിതരെന്ന് പറഞ്ഞിട്ടില്ല, ശ്രീവിദ്യാമന്ത്രം കിട്ടിയവരെ മാത്രമല്ല, എല്ലാവരും ഇതിന്റെ സൗരഭ്യം കൊണ്ട് കവിഭൃംഗങ്ങളായി ഭ്രമിക്കട്ടെ. അവസാനം നോക്കാം, കവിഭൃംഗങ്ങൾ ആരാണ്? കവി. ഒരു കവിയാവണമെങ്കിൽ അമ്മയുടെ താമ്പൂലച്ചാറ് വായിൽ വീഴണം അല്ലെ, അമ്മയുടെ അനുഗ്രഹം വേണം. ഊമ വാചാലനാവും.
പറ്റാത്തവൻ നടക്കാൻ പറ്റും. എല്ലാം അമ്മയുടെ അനുഗ്രഹമാണ്. അപ്പൊ അങ്ങനെ ഉണ്ടാകട്ടെ. ഇത് നല്ലവണ്ണം പഠിക്കുന്നവർക്ക് എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ. എല്ലാ ഭക്തന്മാരും എന്താ പറയാ, ദേവിയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം. കാരണം അമ്മയാണ്. അമ്മയുടെ അനുഗ്രഹം ഇല്ലാത്തവർ എന്താ ഉള്ള, മാതൃശാപമാണ് ഏറ്റവും വലിയ ശാപം, അല്ലെ? അപ്പൊ അമ്മയെ അറിയാതിരിക്കുന്നത് ഒരു ശാപം തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഐശ്വര്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, അമ്മയെ അറിയാതെ പോയത് കൊണ്ടാണ്. ഇനിയെങ്കിലും അവരത് അറിയട്ടെ, അമ്മയുടെ പൂർണ്ണമായിരിക്കുന്ന അനുഗ്രഹം കിട്ടട്ടെ എന്ന് ആ എന്താ പറയാ, നല്ല മനസ്സോടുകൂടി ശങ്കര ഭഗവത് പാദർ ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഈ എല്ലാ ഭക്തരും ഈ സ്തോത്രമാലയിൽ രമിക്കട്ടെ എന്ന് പറയാണ്. അദ്ദേഹം സങ്കല്പം കൊണ്ട് ചെയ്തിട്ടാണ് ഇത് അമ്മയുടെ കാലിൽ ഇത് അവസാനത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. കാരണം ഇതാണ് എന്റെ സങ്കല്പം, അമ്മ ഇത് നടത്തി കൊടുക്കണേ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പോലും അമ്മ നടത്താതിരുന്നിട്ടില്ല, അല്ലേ? ആ കൊല്ലൂർ മൂകാംബികയെന്ന് കേരളത്തിൽ വരണം എന്ന് പറഞ്ഞു, അതിനു പോലും അമ്മ തയ്യാറായി. ശങ്കരന്റെ പുറകെ ആ ചെലമ്പിട്ടുകൊണ്ട് അമ്മ നടന്നു വന്നു നമ്മുടെ കേരളത്തിലേക്ക്. അത്രയ്ക്ക് അദ്ദേഹം എന്ത് പറയുന്നോ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആളാണ് അമ്മ. ആ ത്രിപുര സുന്ദരി സ്തവത്തിനകത്ത് അമ്മ എല്ലാ രൂപങ്ങളും ശങ്കരന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ എന്താ പറയാ, കാമാക്ഷി ദേവി ക്ഷേത്രത്തിൽ അവിടെ കാളിയായിട്ട് അലഞ്ഞിരുന്ന ദേവിയെ ശ്രീചക്രത്തിൽ ആവാഹിച്ച് ദേവി ത്രിപുര സുന്ദരിയാക്കി വെച്ചു. അതിനും അമ്മ സമ്മതിച്ചു. ശങ്കരൻ എന്ന് പറയുന്ന ഉയർന്ന ഭക്തനല്ല, അമ്മയുടെ മകനാണത്. സാക്ഷാൽ ശിവനാണ്, അല്ലെ? അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും അമ്മ അനുസരിക്കാറുണ്ട്. അതുപോലെ നമ്മളും ഈ ഒരു സ്തോത്രം പഠിച്ച് അദ്ദേഹത്തിന്റെ സങ്കല്പം അമ്മയുടെ പാദത്തിൽ വെച്ചു. അമ്മ അത് ഒരിക്കലും നോ പറയില്ല, അല്ലെ? തീർച്ചയായിട്ടും അമ്മ ഇത് സംഭവിപ്പിക്കും, ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത് എല്ലാവരും പഠിച്ച് ചൊല്ലുന്നത്. കാരണം എന്താ, പൂർണ്ണമായിരിക്കുന്ന ദേവിയുടെ അനുഗ്രഹം കിട്ടും. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ ഇത് അവസാനമാണ് ഈ സങ്കല്പം പറഞ്ഞിരിക്കുന്നത്. നമ്മളിത് ആദ്യം പറയാൻ കാരണം ഇതിന്റെ ആ പ്രാധാന്യത്തെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ ആദ്യത്തെ ശ്ലോകത്തിലൂടെ എവിടെ പോയി, നമ്മളെയും കൊണ്ട് എവിടെയാ പോയത്? അമൃതസാഗരത്തിന് മധ്യത്തിലുള്ള ആ ശ്രീപുരത്തിലുള്ള ചിന്താമണി ഗ്രഹത്തിൽ നമ്മളെ കൊണ്ടുപോയി. നമ്മൾ കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അല്ലെ? ഈ 3 ഡയമെൻഷൻ എന്ന് പറയുന്ന ശ്രീചക്രത്തിന് അപ്പുറത്ത് നിൽക്കുന്ന 4th ഡയമെൻഷൻ, 5th, 6th, 7th, 8th വരെ ഉണ്ടെന്ന് പറയുന്നു. നമ്മുടെ മനസ്സിനും ചിന്തയ്ക്കും അപ്പുറമുള്ള ആ ഒരു ഡയമെൻഷൻ ചിന്താമണി ഗ്രഹത്തിലാണ് കൊണ്ടുപോയത്. അവിടെ നമ്മുടെ അടുത്ത് പറയാണ്, ഇങ്ങനെ ഒരു ഗ്രഹമുണ്ട്, അത് സുതാബ്ദി മധ്യത്തിലാണ്. അവിടെയുള്ള ഒരു സഭാമധ്യത്തിൽ ഉയർന്ന വിമാനത്തില് ചിന്താമണി രത്നങ്ങളാൽ തന്റെ ചിന്തകളാകുന്ന ഭാവന രത്നങ്ങൾ കൊണ്ട് നിർമ്മിച്ച ഒരു സിംഹാസനം ആദ്യമായിട്ട് അമ്മയ്ക്ക് നൽകി, ഞാൻ കൊടുത്തു, അല്ലെ? നമ്മുടെ ഉള്ളിലും ഒരു ചിന്താമണി ഉണ്ട്. അത് വേണ്ടവണ്ണം നമ്മൾ ഉപയോഗിച്ചാൽ മതി, വേണ്ടതൊക്കെ ലഭിക്കും, ഉറപ്പാണ്. കാരണം ദേവലോകത്തിലൊന്നും പോകാതെ തന്നെ നമ്മുടെ വിവേക ബുദ്ധിയാകുന്ന ചിന്താമണി, അതാണ് വിവേക ചൂടാമണി. ശങ്കര ഭഗവത്പാദർ എഴുതിയ വളരെ വിശേഷപ്പെട്ട ഗ്രന്ഥമാണ് വിവേക ചൂടാമണി. വിവേകം നമ്മൾ ഇന്നലെ കണ്ടു, വിവേകം വൈരാഗ്യം, നിത്യാനിത്യ വിവേകം, അല്ലെ? വിവേകമാണ് നമ്മുടെ ചൂടാമണി. ഈ കാണപ്പെടുന്ന വസ്തുക്കളോ നമുക്ക് സ്വന്തമെന്ന് നമ്മൾ അവകാശപ്പെടുന്ന ശരീരമോ ഇതിനോട് ചേർന്നതോ ഒന്നുമല്ല നമുക്ക്. ചൂടാമണി എന്ന് പറഞ്ഞ ശിരസിൽ ധരിക്കുന്ന മണി, അതേതാ? വിവേകം. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് ആ ഒരു ചിന്ത കൊണ്ട് നമുക്ക് അറിയാൻ പറ്റണം. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഇത്രയും കാലം പശുക്കളെ പോലെ ജീവിക്കാൻ കാരണം എന്താ? ആ വിവേകം ഇല്ലാതായത് കൊണ്ടാണ്. ഇപ്പൊ ചിന്താമണി എന്ന് പറയുന്നത് എന്താ? ആ വിവേകമാകുന്ന ചിന്താമണി. ആ നല്ലവണ്ണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചിന്തകളെ നല്ലതായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഭൗതികമായിരിക്കുന്നതും കിട്ടും, അതാണ് ഭോഗമോഹ ആ ഭുക്തിമുക്തി പ്രദായിനിയാണ് അമ്മ, അല്ലെ? ഭോഗവും കൊടുക്കും, മോക്ഷവും കൊടുക്കും, രണ്ടും കൊടുക്കണം അമ്മ. നമുക്ക് ഭോഗങ്ങളെ കുറിച്ച് മാത്രമാണ് ചിന്ത, അമ്മയെ കുറിച്ച് ചിന്തയില്ല. അതുകൊണ്ടാണ് നമുക്ക് പലയിടത്തും ഈ തടസ്സം വരുന്നത്. അപ്പൊ നല്ലവണ്ണം ഉപയോഗിക്കുന്ന ബുദ്ധി, അല്ലെ? വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ എന്താ, നമുക്ക് വേണ്ടതൊക്കെ തരാൻ അമ്മ നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ ദേവലോകത്തിലൊന്നും പോകണ്ട, നമ്മുടെ വിവേക ബുദ്ധിയെ ഉപയോഗിച്ചാൽ മാത്രം മതി. കാരണം അതിനെ നമ്മൾ വീണ്ടും വീണ്ടും അമ്മയെക്കുറിച്ച് മാത്രം ചിന്തിച്ച് എന്താക്കണം, അതിനെ സൂക്ഷ്മമാക്കണം, ഷാർപ്പാക്കണം. അങ്ങനെ ചെയ്താൽ അതിനെ കൊണ്ട് സാധിക്കാത്തതായിട്ട് എന്താണുള്ളത്? ഒന്നുമില്ല എന്ന് പറയുക. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ ചിന്താമണിയെ ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പല കണ്ടുപിടുത്തങ്ങളൊക്കെ ചെയ്തത്, അല്ലെ? അതുകൊണ്ട് ചിന്താമണി എന്ന് പറഞ്ഞാൽ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല. ചന്ദ്രനിലേക്ക് എങ്ങനെയാ പോയത്? ഇന്ന് ചന്ദ്രനിൽ പോകുന്നു, പല ഗ്രഹങ്ങളിലേക്ക് പോകാനുള്ള വാഹനങ്ങൾ വരെ എന്താ ഈ ചിന്താമണി കൊണ്ട് ചിന്തിച്ചുണ്ടാക്കിയതാ, ഇല്ല? അബ്ദുൽ കലാമിനെ പോലെയുള്ള വലിയ വലിയ പ്രഗത്ഭരായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് അവരുടെ ഉള്ളിലെ ചിന്താരത്നത്തെ നല്ലതായിട്ട് ഉപയോഗിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് കിട്ടിയ ചിന്താമണി, അല്ലെ? ചിന്താമണിയെ നമുക്ക് കിട്ടിയിരിക്കുന്ന ചിന്താമണി നമ്മൾ വേണ്ടവണ്ണം ഉപയോഗിച്ചാൽ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കാൻ പറ്റും. ഈ ലോകത്തിന് വേണ്ടി പല കണ്ടുപിടുത്തങ്ങൾ ചെയ്ത ശാസ്ത്രജ്ഞന്മാരെല്ലാം തന്നെ അവരുടെ ബുദ്ധിയില്
അവർ ഷാർപ്പായിട്ട് ചിന്തിച്ചതിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കംഫർട്ട് സോൺ, നമുക്ക് കിട്ടിയിരിക്കുന്ന സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ ഓരോരുത്തര് അവരുടെ മനസ്സിൽ ഈശ്വരന്റെ അനുഗ്രഹത്തോടു കൂടി അവർക്ക് അവരുടെ ആ ഉൾമനസ്സിൽ തോന്നിയ ആ ചിന്തകളാണ് അവരിന്ന് കണ്ടുപിടുത്തങ്ങളായിട്ട് ലോകത്തിന് സമർപ്പിച്ച നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാം തന്നെ അല്ലെ. ഇന്ന് ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെ നമ്മൾ ഇന്ന് വളരെ നിസ്സാരമായിട്ട് വീട്ടിലെ ഒരു മുറിയിലിരുന്ന് പല രാജ്യങ്ങളിൽ ഇരിക്കുന്ന ആളുകളുമായിട്ട് കണ്ട് സംസാരിക്കുന്നു. എന്താ കാര്യം? ഇത് നമ്മുടെ എഫേർട്ടാണോ? നമ്മളെ കുറച്ച് പൈസ കൊടുത്തത് മേടിച്ചു. അവിടെ ഒരു വലിയ എന്താ പറയുക, ഒരു സാധനയുടെ തലമുണ്ട്. ഒരാൾ അത്രയും പരിശ്രമിച്ച് ആ ജീവിതം ഒന്നിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് അവരുടെ കണ്ടുപിടുത്തങ്ങള് അവർ പ്രപഞ്ചത്തിന് സമ്മാനിച്ചു. അതാണ് ശരിക്കും പറഞ്ഞ ചിന്താമണി രത്നം. വേണ്ട വിധം ഉപയോഗിക്കപ്പെടുന്ന ബുദ്ധി. ഇപ്പൊ വിവേകമാകുന്ന ചൂടാമണി നന്നായിട്ട് ഉപയോഗിച്ചാല് ഇവിടെ തന്നെ നമുക്ക് എല്ലാ പുരുഷാർത്ഥങ്ങളും ലഭ്യമാകും. ദേവന്മാരുടെ മുമ്പിലൊന്നും നമ്മൾ കൈനീട്ടേണ്ട ആവശ്യമില്ല. നമുക്ക് ദേവി തന്നെ ചിന്താമണി രത്നമായിട്ട് നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ. അത് അറിഞ്ഞാൽ മാത്രം മതി. ശ്രീപുരത്തിലെ ചിന്താമണി, ഒരു ചിന്താമണി ഗൃഹത്തില് ആ സിംഹാസനവും ചിന്താമണി കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പൊ ആ ശ്രീപുരത്തെ നമുക്ക് എന്താ, നമ്മുടെ ശരീരത്തിൽ തന്നെ ധ്യാനിക്കണം. അത് വെളിയിലൊരു സ്ഥലത്തല്ല. അമ്മയാണ് ഈ കുണ്ടലിനി ശരിക്കും പറഞ്ഞാൽ അതാണ് ഈ കുണ്ടലിനി ഉപാസനയുടെ ഒരു ഭയങ്കര രഹസ്യം എന്ന് പറയുന്നത് അല്ലെ. എന്താ കുണ്ടലിനി ഉപാസന എന്ന് പറയുന്നത്? യോഗ രഹസ്യമാണ്, ഉള്ളിൽ നടക്കുന്ന കാര്യമാണ്, ചക്രങ്ങളിലൂടെ നടക്കുന്ന കാര്യമാണ് അല്ലെ യോഗം. ഇത് ബാഹ്യ ഉപാസന അല്ല, അകത്താണ്. അതുകൊണ്ടാണ് അമ്മയ്ക്ക് അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ എന്ന് പേര്. അകത്താണ് അമ്മയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം. അപ്പൊ ഉള്ളില് ധ്യാനിക്കാൻ വേണ്ടി രചിച്ചിട്ടുള്ള ഒരു മനോഹരമായ സ്തോത്രാണ് ഈ മന്ത്രമാതൃക പുഷ്പമാല സ്തവം എന്നർത്ഥം. അപ്പോ അടുത്ത ശ്ലോകം എന്ന് പറയുന്ന ദേവിയുടെ പൂർണ്ണ രൂപത്തിൽ ധ്യാനിക്കുകയാണ്. ഇനിയിപ്പോ നമ്മളിപ്പോ കണ്ട ശ്ലോകം എന്താ? സഹസ്രനാമത്തിൽ നമ്മൾ ശ്ലോകങ്ങൾ സിന്ദൂരാരുണ വിഗ്രഹം, ഹൃനയനം എന്ന് പറഞ്ഞാൽ 4 ശ്ലോകങ്ങളുണ്ട്. അതുപോലെ ഈ പറയുന്ന എന്താ പറയാ മന്ത്രമാതൃക പുഷ്പമാല സ്തവത്തിന്റെ ആ ഒരു ധ്യാന ശ്ലോകമാണിത്. ഏത്? ആ ഒരു ഏണാങ്കാനല ഭാനുമണ്ഡല ലസത് ശ്രീചക്രമധ്യേ സ്ഥിതം ബാലാർക്കദ്യുതിഭാസുരം കരതലൈ പാശാങ്കുശൗ ബിപ്രതീം ചാപം ബാണമപി പ്രസന്നവദനം കൗസ്തുംഭ വസ്ത്രാന്വിതാം താം ത്വാം ചന്ദ്രകലാവതം സമകുടാം ചാരുസ്മിതാം ഭാവയേ. അപ്പോ ദേവി ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ദേവിയെ എവിടെ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാല് ശ്രീചക്ര മധ്യേ സ്ഥിതാം, ശ്രീചക്രത്തിന്റെ മധ്യത്തില് ബിന്ദു സ്ഥാനത്ത് ഇരിക്കുന്നവളായിട്ടാണ് ദേവി ഇവിടെ ധ്യാനിച്ചിരിക്കുന്നത്. അപ്പൊ ശ്രീപുരം എന്നത് ശ്രീചക്രത്തിന്റെ ഒരു എക്സ്പാൻഡഡ് വേർഷൻ ആണ്. അപ്പൊ ശ്രീപുരത്തിന്റെ ഒരു കണ്ടൻസ്ഡ് വേർഷൻ ആണ് ശ്രീചക്രം. അപ്പൊ അത് തന്നെയാണ് സ്വശരീരത്തിലെ കുണ്ടലിനി ധ്യാനത്തിൽ വരുന്നത്. അപ്പൊ ആ സഹസ്രാര ചക്രം തന്നെയാണ് ശ്രീചക്രത്തിലെ ബിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് ശ്രീപുരത്തിലെ ദേവിയുടെ സഭാമണ്ഡപം എന്ന് പറയുന്നത്. അതിലുള്ള സിംഹാസനം. ഇത് രണ്ടും എന്താ പറയാ, ഇത് രണ്ടും നമ്മൾക്ക് അഭേദമായിട്ട് കാണണം. കാരണം ഇവിടെ ശ്രീചക്ര മധ്യസ്ഥിതാം എന്നാൽ എന്താ? നമ്മുടെ സഹസ്രദള പത്മത്തിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ശ്രീപുരത്തിലെ സഭാമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. അങ്ങനെ പൂജിക്കാൻ വേണ്ടി മനസ്സുകൊണ്ട് ഒരു ശ്രീചക്രത്തെ നമ്മൾ സങ്കല്പിക്കണു. അപ്പൊ നമ്മുടെ ബുദ്ധിക്കും യുക്തിക്കും ആ ഒരു അനുസരിച്ച് പൂജിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ശ്രീചക്രത്തിനെ പ്രപഞ്ചത്തോളം വലുതായിട്ട് കാണാൻ നമുക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ കുറച്ചുകൂടെ ചെറുതാക്കി നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അല്ലെ. ചെറുതായിരിക്കണം. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ശ്രീചക്രത്തിന് നമ്മൾ ദേവിയെ കാണാൻ പോവുകയാണ്. കാരണം വലിയ ബൃഹത്തായിരിക്കുന്ന ആ മനുഷ്യ മനസ്സിന് അത്രയും ബൃഹത്തായിരിക്കുന്ന ഒന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം അതിന്റെ പരിമിതി വളരെ ചെറുതാണ് അല്ലെ. നമ്മുടെ മനസ്സ് ഫോക്കസ്ഡ് ആകണം, ഏകാഗ്രമാകണം. അതിനായിട്ട് ദേവിയെ നമ്മൾ ചെറുതായിരിക്കുന്ന നമ്മുടെ ശരീരത്തിന്റെ ശ്രീചക്ര മധ്യത്തിലേക്ക് ആവാഹിക്കാൻ പോവുകയാണ്. ഇനി ആ ശ്രീചക്രം എങ്ങനെയുള്ളതാണ് അല്ലെ, എങ്ങനെയാണെന്ന് പറയാണ്. ഏണാങ്ക ഭാനുമണ്ഡല ലസത്. അപ്പോ ലസത്ത് എന്ന് പറഞ്ഞ ശ്രീചക്ര മധ്യസ്ഥിതം എന്ന് പറയാണ്. അപ്പൊ ഏണാങ്കൻ എന്ന് പറഞ്ഞ ചന്ദ്രൻ, ഭാനു എന്ന് പറഞ്ഞ സൂര്യൻ, അനലൻ എന്ന് പറഞ്ഞ അഗ്നി അല്ലെ. അപ്പൊ ചന്ദ്രനും സൂര്യനും അഗ്നിക്കും രസിക്കുന്നതായിട്ടുള്ള ശ്രീചക്ര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ. ഇപ്പൊ കുണ്ടലിനിയുടെ കുലപഥ സഞ്ചാരത്തിൽ ശരീരത്തിൽ 3 മണ്ഡലങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ഇല്ലേ. ശരീരത്തിൽ ബ്രഹ്മഗ്രന്ഥി വരെ അഗ്നിമണ്ഡലവും വിഷ്ണു ഗ്രന്ഥി വരെ സൂര്യമണ്ഡലവും ആജ്ഞയ്ക്കുപരിയായിട്ട് ചന്ദ്രമണ്ഡലവും.
അങ്ങനെയാണ് പറയപ്പെടുന്നത്. അതുപോലെ ശ്രീചക്രത്തിൽ അതിനെ ചുറ്റിയിരിക്കുന്ന മൂന്ന് മണ്ഡലങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ചന്ദ്രമണ്ഡലം, ഭാനുമണ്ഡലം, അനലമണ്ഡലം. അപ്പൊ 3 വൃത്തങ്ങളായിട്ട് ശ്രീചക്രത്തിൽ സങ്കല്പിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള ശ്രീചക്ര മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നവളും ബാലാർക്കദ്യുതി ഭാസുര ദേവി ഉദയസൂര്യന്റെ അരുണവർണ്ണത്തോടു കൂടിയവളാണ്. സിന്ദൂരാരുണ വിഗ്രഹം തന്നെയാണ് ഇത്. നമ്മൾ പറയില്ലേ അരുണാം കരുണാതരംഗിതാക്ഷിയും, ആ ഒരു എന്താ പറയാ ലളിതാ സഹസ്രനാമത്തിന്റെ ധ്യാന ശ്ലോകത്തിന് കുറച്ച് വ്യത്യാസം തോന്നുമെങ്കിലും അർത്ഥങ്ങളെല്ലാം അതേപോലെ തന്നെയാണ്. ഉദയസൂര്യനെ പോലെ ശോഭിക്കുന്ന ദേവി. കരതലൈ പാശാങ്കുശവും ബിഭ്രതിയും, കൈകളിൽ എന്താ പാശവും അങ്കുശവും ധരിച്ചിരിക്കുന്നവളും. രാഗസ്വരൂപ പാശാഠ്യാന്ന് ലളിതാ സഹസ്രനാമം. ക്രോധാകാര അങ്കുശോജ്വല. ബിഭ്രതി എന്ന് പറഞ്ഞാൽ ധരിച്ചിരിക്കുന്നവൾ. അപ്പൊ ചാപവും ബാണവും കൂടി. അപി എന്ന് പറഞ്ഞാൽ എന്താ കൂടിച്ചേർന്നിരിക്കുന്നത്. പാശം ബാണം അപി മനോരൂപേക്ഷ കോതണ്ട പഞ്ചതന്മാത്ര സായക അല്ലെ, നമുക്കതറിയാം. അപ്പൊ മനസ്സാകുന്ന കരിമ്പ് വില്ല് പഞ്ചതന്മാത്രകളാകുന്ന ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളാകുന്ന പഞ്ചബാണങ്ങൾ ധരിച്ചിരിക്കുന്നവൾ. ഇപ്പൊ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മ രൂപങ്ങളാണ് പഞ്ചതന്മാത്രകൾ അല്ലെ. അപ്പൊ ആകാശം, ശബ്ദം, വായു, സ്പർശം, അഗ്നി, രൂപം, ജലം, രസം, ഭൂമി, ഗന്ധം. അപ്പൊ ഇതിന്റെ ആ സൂക്ഷ്മാർത്ഥം മഹാമായയുടെ നമ്മളെ മോഹിപ്പിക്കുന്ന 5 വിഷയങ്ങൾ അമ്മ കയ്യിൽ വെച്ചിരിക്കുകയാണ് അല്ലെ. ഇത് മനുഷ്യരെ ഭ്രമിപ്പിക്കുന്നു. ആ ദേവിയെ തന്നെ ശരണാഗതി ചെയ്താൽ പിന്നെ അതേ തന്മാത്രകളെ നമ്മളെ മോഹിപ്പിക്കില്ല. അമ്മ നമ്മളെ സംരക്ഷിക്കും അല്ലെ. ദേവിയെ ഭജിക്കാത്തവർക്ക് ദേവി അവിദ്യാ സ്വരൂപിണിയായിട്ടിരിക്കും, അവരെ ഭ്രമിപ്പിക്കും. നമ്മൾ ദേവി ഭക്തരാണെങ്കിലോ വിദ്യാസ്വരൂപിണിയായിട്ട് നമുക്ക് അഭയം തരും, മോക്ഷം തരും, ഈ സംസാര ദുരിതങ്ങളിൽ നിന്ന് നമ്മളെ കരകയറ്റും. അപ്പൊ ദേവിയെ ഭജിക്കാത്തവർക്ക് ആണ് ആയുധങ്ങളാണ് അല്ലെ. ഭജിക്കാത്തവർക്ക് അവർക്ക് എതിരെയാണ് ഈ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കുന്നത്. രാഗസ്വരൂപമായിട്ടുള്ള പാശം, ക്രോധമായിരിക്കുന്ന അങ്കുശം, മനോരൂപേക്ഷ കോദണ്ഡം, പഞ്ചതന്മാത്ര സായകം ഒക്കെ ദേവി ഭജിക്കാത്ത ദുഷ്ടജനങ്ങൾക്ക്, മൂഢജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രാകൃതന്മാർക്കുള്ളതാണ്. എന്താ അവര് ഈ പ്രപഞ്ചമാണ് സത്യം എന്ന് പറഞ്ഞ് ഈ മോഹ വലയത്തിൽപ്പെട്ട് അതിലിങ്ങനെ കിടക്കും അല്ലെ. ഈ 5 തന്മാത്രകളിലൂടെ 5 ബന്ധനങ്ങളാക്കി അവർ ഈ പ്രപഞ്ചത്തിൽ വാഴുന്നു. അപ്പൊ സത്യം മനസ്സിലാക്കുന്നവരെ അവരെ എന്താ പറയാ ദേവി വിദ്യാമായായിട്ട് വന്ന് അവർക്ക് ഈ സത്യ വസ്തുവിനെ കാണിച്ചു കൊടുക്കുന്നു, തിരസ്കരണി മാറ്റുന്നു എന്നർത്ഥം. അപ്പോ ദേവിയെ ശരണാഗതി ചെയ്യുന്നവർക്ക് ഈ ആയുധങ്ങളിൽ നിന്ന് രക്ഷ നൽകി വിദ്യാസ്വരൂപിണിയായിട്ട് അഭയം നൽകുന്നു. അപ്പൊ ജ്ഞാനം നൽകി അവർക്ക് മോക്ഷത്തിന് അർഹരാക്കുന്നു എന്നർത്ഥം. ഇതാണ് ദേവിയുടെ ഉപാസനയുടെ പ്രധാന തത്വം തന്നെ. എന്തിനാ നമ്മൾ ദേവിയെ ഉപാസിക്കുന്നത്? ഭൗതികമായിട്ടുള്ള വസ്തുക്കൾക്ക് മാത്രമാണോ? അല്ല, നമുക്ക് ഈ തിരസ്കരണി മാറണം അല്ലെ. ഈ മായയാകുന്ന മറ മാറണമെങ്കിലേ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ, ദേവി ഉപാസനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഈ പറയുന്ന നമുക്ക് ഈ തത്വത്തെ അറിയുക, നമ്മൾ ആരാണ് എന്നുള്ള തത്വം അല്ലെ. അപ്പൊ അമ്മ എങ്ങനെയായിരിക്കുന്നത്? പ്രസന്നവദന. ദേവി എപ്പോ നമ്മൾ ധ്യാനിക്കുന്നത് പ്രസന്നവദനയായിട്ടാണ് അല്ലെ. ദേവിക്ക് നേരെ പ്രസാദിച്ചിരിക്കുന്നവൾ, നമ്മൾ പ്ലീസ്ഡ് ആയിട്ടിരിക്കുക, സന്തോഷത്തോടു കൂടി ഇരിക്കുക. എന്താ അമ്മയ്ക്ക് മക്കളെ കാണുന്നത് ഏറ്റവും വലിയ സന്തോഷം. അതുകൊണ്ട് തന്നെ ആ ഭാവത്തിൽ വേണം നമ്മൾ ധ്യാനിക്കാൻ. എപ്പോഴും അമ്മ സന്തോഷത്തോടെ ഇരിക്കണം, അല്ല അമ്മ ദുഃഖത്തോടെ ഇരിക്കണം നമുക്ക് ധ്യാനിക്കരുത്. കാരണം എന്താ, നമ്മുടെ മനസ്സിൽ ദുഃഖമുള്ളപ്പോഴും അമ്മ സന്തോഷത്തോടെ ഇരിക്കണ കണ്ടാല് ആ പ്രതിബിംബം നമ്മളിൽ ഉണ്ടാകും, നമ്മുടെ ദുഃഖങ്ങൾ അകലും, നമുക്കും സന്തോഷം ഉണ്ടാകുന്ന അർത്ഥം. ദുഷ്ടന്മാരുടെ നേരെയാണ് ദേവി ക്രോധഭാവത്തിൽ ഇരിക്കുന്നത്. അത് വെറും ഒരു മറയാണ്. അമ്മയ്ക്ക് ആ മക്കളെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. തന്റെ മക്കളുടെ നേരെ വാത്സല്യ നിധിയായിട്ടാണ്, പ്രസന്നവദനയായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ ഈ ക്രോധം കാണിക്കുന്ന എന്താ, അവരിലിരിക്കുന്ന ആ ഒരു മോശമായിരിക്കുന്ന ഭാവങ്ങളെ ഇല്ലാതാക്കാൻ, ആ മക്കളെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് കൗസുംഭ വസ്ത്രാന്വിതാം, കൗസുംഭത്തിൽ നിന്ന് ഭവിച്ചത്. കൗസുംഭം എന്ന് പറഞ്ഞാല് പട്ടുനൂൽ പുഴു. അപ്പൊ പട്ടുനൂൽ പുഴുവിൽ നിന്നുണ്ടാക്കിയ കൗസുംഭം എന്ന് പറഞ്ഞാൽ ചുവന്ന പട്ടുവസ്ത്രം അല്ലെ. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം എന്താണ്? ചുവപ്പാണ്. ത്രിപുരസുന്ദരിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നിറം ചെമ്പട്ടാണ്, ചുവന്ന പട്ട്. അങ്ങനെയുള്ള അമ്മ എങ്ങനെയാ എന്ത് വസ്ത്രം ധരിച്ചിരിക്കുന്നത്? നല്ല ചുവന്ന പട്ടുവസ്ത്രം ധരിച്ചിരിക്കുന്നു. താം അവിടത്തെ, ത്വാം എന്ന് പറഞ്ഞ അമ്മയെ, ചന്ദ്രകലാവ തംസ മകുടാം, ചന്ദ്രകല അവതംസത്തിൽ ചേർത്തിരിക്കുന്ന മകുടത്തോടു കൂടിയവൾ. അഷ്ടമി ചന്ദ്ര വിഭ്രാജദലിക സ്ഥല ശോഭിത എന്ന് ലളിതാ സഹസ്രനാമം.
അപ്പൊ മകുടം എന്ന് പറഞ്ഞ കിരീടം, അഷ്ടമി ചന്ദ്രൻ, അവതംസം എന്ന് പറഞ്ഞ ശിരസ്, നെറ്റി എന്നൊക്കെ നമുക്ക് എടുക്കാം. ശിരസില് ചന്ദ്രക്കല ധരിച്ചിരിക്കുന്നവള്, രത്നം പതിച്ച കിരീടം ധരിച്ചിരിക്കുന്ന ദേവിയെ, ചാരുസ്മിതാം, മനോഹരമായിട്ട് മന്ദഹാസം പൊഴിച്ചിരിക്കുന്ന ദേവിയെ, നമ്മളെ നോക്കി തന്റെ മക്കള് എന്നെ പൂജിക്കാൻ പോകുന്നു, എന്നെ വന്ന് വിളിച്ചു. അമ്മയ്ക്ക് എന്ത് സന്തോഷമാണ് മക്കള് ചെന്ന് വിളിക്കുമ്പോ. സന്തോഷത്തോടെ ആര് വിളിച്ചാലും അമ്മ പോവില്ല. മക്കള് വിളിച്ചാൽ പോകും. വേറെ ഒരിടത്തും അമ്മ പോയില്ല ശിവനെ വിട്ടല്ലേ. ഇവിടെ മക്കളാണ് വന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ തന്നെ പൂജിക്കാൻ വേണ്ടി വന്ന് വിളിച്ച മക്കളെ സന്തോഷത്തോടു കൂടി, കരുണയോടുകൂടി, മനോഹരമായിരിക്കുന്ന മന്ദസ്മിതം പൊഴിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ ദേവി ആസ്വദിച്ചിരിക്കുകയാണ്. കാരണം മക്കളുടെ കളികള് എന്തൊക്കെയാണ് അമ്മയ്ക്ക് തരാൻ പോകുന്നത്, അല്ലെ, എന്തൊക്കെ അവരുണ്ടാക്കി എനിക്ക് തരും, അതിങ്ങനെ ആസ്വദിക്കുന്ന പോലെ ജഗദംബിക മക്കളാകുന്ന നമ്മുടെ പ്രാർത്ഥനകളെ, പൂജകളൊക്കെ ആസ്വദിച്ച് പുഞ്ചിരി പൊഴിച്ചുകൊണ്ടിരിക്കുന്നു. ചാരുസ്മിതാം ഭാവയെ, അഹം ഭാവയെ, ഞാൻ ഭാവനയിൽ കാണുന്നു. ഐ മെഡിറ്റേറ്റ് അപ്പോൺ, എന്റെ മനസ്സുകൊണ്ട് ഞാനിതാ കാണണു. അമ്മ ഇത് നമ്മള് വെറുതെ ധ്യാനിച്ചാൽ പോരെ, നമ്മുടെ ഉള്ളിൽ കാണണം. ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാൽ വേറെ ബാഹ്യമായിട്ടുള്ളതെല്ലാം വിട്ടിട്ട് വേണം നമ്മൾ അകത്തോട്ട് വരാൻ. കാരണം ഈ നിസ്സാര കാര്യമല്ല ചിന്താമണി ഗൃഹത്തിൽ നിന്ന് അമ്മയെ കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തുക എന്ന് പറയുന്നത്. വേറെ ഒന്നും അതിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വെറും നിസ്സാരമായിരിക്കുന്ന കനൽക്കട്ടകളാണ് ഈ പ്രപഞ്ചം എന്ന് പറയുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ജ്വലിക്കുന്ന അഗ്നിയാണില്ലേ. ആ അമ്മയെ ഭാവന ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് ശുദ്ധമാണോ, അമ്മയെ അവിടെ കൊണ്ട് ഇരുത്തുകയാണ്. അതിൽ പരം ഒരു മഹാഭാഗ്യം നമുക്ക് ഉണ്ടാകാനില്ല. കാരണം സങ്കല്പത്തിലൂടെയാണ്, എന്റെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെയാണ് എന്റെ ദേവിയെ കാണുന്നത്, സങ്കല്പിക്കുന്നത്, അല്ലെ, ഞാൻ ധ്യാനിക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് അമ്മ. അപ്പൊ പഠിച്ചാൽ എപ്പോ വേണമെങ്കിലും നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന മനോഹരമായിരിക്കുന്ന ഒരു ധ്യാന ശ്ലോകം, വർണ്ണനയാണിത്. അങ്ങനെ സദാ ദേവിയെ ധ്യാനിച്ചാല് എന്താ സംഭവിക്കുക? ധാരണ, ധ്യാനം, സമാധി. നമുക്ക് പതഞ്ജലി യോഗസൂത്രം പറയണു, ആദ്യം ഒരു ധാരണ വേണം, എങ്ങനെ ഇരിക്കും അമ്മ. അപ്പൊ അത് ധാരണയുണ്ടായി. ഇനി എന്താ? ധ്യാനം. മനസ്സ് മുഴുവൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തു, എന്റെ അമ്മ ഇരിക്കുന്നു, ഇല്ലേ, ധ്യാനം. ആ ധ്യാനത്തിനെയാണ് നമ്മൾ സമാധി. എത്ര നേരം വേണമെങ്കിലും കണ്ടുകൊണ്ടിരിക്കാം അമ്മയുടെ ആ ഭംഗി, കണ്ണെടുക്കാൻ പറ്റില്ല നമുക്ക്. അത്ര മനോഹരിയായിരിക്കുന്ന ആ ചാരുസ്മിതം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയെ നമ്മുടെ ഉള്ളിൽ കാണണം. കാരണം ദേവിയെ നിരന്തരമായിട്ട് ഈ രൂപം ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കാലക്രമേണ എന്താ, അത് താനെ ഉറച്ചോളും. ദേവി നമ്മുടെ ഉള്ളില് ഉറപ്പിച്ചോളും. നമ്മളത് നോക്കണ്ട, അമ്മ ഇരിക്കും അവിടെ. കാരണം പരിശീലനത്തിലൂടെ, അഭ്യാസേനത കൗന്ദേയ, നീ അഭ്യാസത്തിലൂടെ ചെയ്യൂ, പറ്റാത്തതായിട്ട് ഒന്നുമില്ല. പരിശീലനത്തിലൂടെ ഇത് സാധ്യമാകൂ. ദേവി ആ തെളിഞ്ഞ പ്രകാശിക്കുമ്പോൾ നമ്മൾ ദേവിയിൽ ലയിച്ചില്ലാതാകും. നമ്മുടെ ആഗ്രഹം എന്താ? ഈ ശരീരം ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ മനസ്സ്, അല്ലെ, നമ്മുടെ സൂക്ഷ്മ ശരീരം അതിവിടെ ഉപേക്ഷിക്കപ്പെടണം. സൂക്ഷ്മ ശരീരം എന്ന് പറയുന്ന ആത്മാവ്, സൂക്ഷ്മ ശരീരവും ആത്മാവും രണ്ടല്ല. അതിൻ്റെ കൂടെ നമ്മൾ ആരോപണം ചെയ്യപ്പെട്ട നമ്മുടെ സഞ്ചിത കർമ്മങ്ങളാകുന്ന സഞ്ചികളെല്ലാം ഇല്ലാതായി ശുദ്ധമായി പൂർണ്ണമായിരിക്കുന്ന പ്രകാശ സ്വരൂപമായിരിക്കുന്ന നമ്മുടെ ആത്മാവ് ആ ചിന്താമണി ഗ്രഹത്തിൽ ഇരിക്കുന്ന അമ്മയുമായിട്ട് ലയിച്ച് ചേരുന്നതായിട്ട് നമ്മൾ ദിവസവും ധ്യാനിക്കുമ്പോൾ ഭാവിക്കണം. അപ്പൊ എന്താണ്? അതിനെയാണ് നമ്മൾ സമാധി, നമ്മളെ മറക്കുന്നതാണ് സമാധി. അപ്പൊ നമ്മൾ ദേവിയിൽ ലയിച്ചില്ലാതാകുന്ന അവസ്ഥ. അപ്പൊ ആസ്വാദിക്കുന്ന വ്യക്തി, ആസ്വാദിക്കുന്ന രൂപം, ആസ്വാദനം എന്ന പ്രക്രിയ, ഇതിനാണ് നമ്മൾ ത്രിപുടി എന്ന് പറയുന്നത്. കാണുന്ന വ്യക്തി, ഞാൻ കാണുന്നു എന്നുള്ള ഞാന്, ആ ആസ്വാദനം എന്ന് പറയുന്ന പ്രക്രിയ, അല്ലെ, ആ നമ്മുടെ സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്, നോളജ് എന്ന് പറയുന്ന അറിവ്, ഈ ത്രിപുടി ഇല്ലാതായിട്ട് കാലക്രമേണ ഏകമായിട്ട് തീരുന്നു. ത്രിപുടി പ്രക്രിയ ഇല്ലാതായി പുഞ്ചിരിക്കുന്ന അമ്മ മാത്രം അവശേഷിക്കുന്നു. വേറെ ഒന്നുമില്ല. ദേവി ഉപാസകന്മാർക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ധ്യാനമാണ്. ആ രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചദശാക്ഷരി മന്ത്രത്തിന്റെ രണ്ടാമത്തെ അക്ഷരമായിരിക്കുന്ന ഏകാരം കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് കണ്ടത്. അമ്മയെ നമ്മൾ എവിടെ കാണണം, എവിടെ പോണം, ടൈം ആൻഡ് സ്പേസ് പറഞ്ഞു. അവിടെ ചെന്ന് നമ്മൾ അമ്മയെ കണ്ടത് എങ്ങനെയാ? ആ ധ്യാനമാണ് രണ്ടാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. ശ്രീചക്രത്തിന്റെ മധ്യത്തില്, അല്ലെ, 3 മണ്ഡലങ്ങൾക്ക് നടുവിലായിട്ട്, അതായത് ഏണാങ്കലസത്, ഭാനുമണ്ഡലസത്, ശ്രീചക്ര മധ്യേ സ്ഥിതം. അങ്ങനെ മനോഹരമായിരിക്കുന്ന അമ്മ ആ ഒരു ബാലാർക്ക സൂര്യന്റെ പ്രഭയോടുകൂടി പാശവും അങ്കുശവും പഞ്ചബാണങ്ങളും എല്ലാം വെച്ചുകൊണ്ട്, ചാപമൊക്കെ വെച്ചുകൊണ്ട് പ്രസന്ന വദനത്തോടുകൂടി ആ ഒരു ചുവന്ന പട്ടുവസ്ത്രം ധരിച്ച്, അല്ലയോ അമ്മേ, ചന്ദ്രകലാവതംസമകുടാം, ചന്ദ്രകലയുള്ള ആ ഒരു കിരീടം ധരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയെ, ചാരുസ്മിതാം, അമ്മയുടെ ആ മനോഹരമായിരിക്കുന്ന പുഞ്ചിരി ഞാനിതാ എന്റെ ഉള്ളിൽ ഭാവിക്കുന്നു.
നാളെ മുതൽ നമുക്ക് ദേവിക്ക് ഓരോ ഉപചാരങ്ങൾ കൊടുത്തു തുടങ്ങാം അല്ലെ. ഇന്ന് ഈ 2 ശ്ലോകങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഹൃദയപത്മത്തിൽ അമ്മയെ ഇരുത്താൻ ശ്രമിക്കുക. ആ ഇരുന്ന് കഴിഞ്ഞ് നാളെ മുതൽ അമ്മയ്ക്ക് ഉപചാരങ്ങൾ അല്ലെ, ഓരോ ഉപചാരങ്ങളായിട്ട് അത് എന്താണ് നമ്മൾ കൊടുക്കുന്നത്, എന്തൊക്കെ കൊടുക്കണം, പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്തമമായിരിക്കുന്ന വസ്തുക്കളെല്ലാം അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയുടെ ഏറ്റവും ഉയർന്ന അനുഗ്രഹത്തിന് നമുക്കും പാത്രീഭൂതരാകാം. അതിന് ദേവി നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്കിവിടെ നിർത്താം. എല്ലാവർക്കും ശ്രീമാത്രേ നമഃ.